കർത്താവേ ഇന്ന് രാവിലെ വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ കർത്താവ് ആലയത്തിലേക്ക് കൊണ്ടുവന്ന ദൈവത്തിന്റെ എല്ലാ സ്നേഹത്തിനും ആ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 2024 ജനുവരി മാസം മുതൽ ഈ മെയ് മാസം 30-ാമത്തെ ദിവസം വരെ പരിശുദ്ധനായ ദൈവം നമുക്ക് വേണ്ടുന്ന എല്ലാ കൃപകളും തന്ന് നമ്മെ ജയോത്സവമായി നടത്തി നമ്മെ ഇവിടെ ഇതുവരെ കർത്താവ് കൊണ്ടുവന്ന ആ കർത്താവിന്റെ കൃപയ്ക്ക് നമുക്ക് ഒരു പ്രാവശ്യം സ്തോത്രം ചെയ്യാമോ? എഫേസ്യത്തിനകത്തും കൊലോസ്യത്തിനകത്തും പൗലോസ് വാക്ക് നമ്മെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തി, അവനോട് കൂടെ സ്വർഗത്തിൽ ഇരുത്തി, നമ്മെ പാപത്തിൽ നിന്നും ഉയർപ്പിച്ച്, ശാപത്തിൽ നിന്നും ഉയർപ്പിച്ച്, അധർമ്മത്തിൽ നിന്നും ഉയർപ്പിച്ച്, സകല പൈശാചിക സ്വാധീനങ്ങളിൽ നിന്നും നമ്മെ ഉയർപ്പിച്ച് എവിടെ കൊണ്ടുവന്നു? ഉയർപ്പിച്ച് സ്വർഗത്തിൽ ക്രിസ്തുവിനോട് കൂടെ അവനോടുകൂടെ ഇരുത്തി. അപ്പോൾ നമ്മൾ 24 മണിക്കൂർ ഇരിക്കേണ്ടത് ആരുടെ കൂടെയാണ്? ക്രിസ്തുവിനോട് കൂടെ സ്വർഗത്തിരിക്കാൻ. ഈ സ്വർഗത്തിനകത്ത് പ്രത്യേകത എന്താ? ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ഭക്ഷണമല്ല, പാനീയമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണ്. എന്നാൽ ഇപ്പോ ആൾക്കാർക്ക് എന്ത് വേണം? എന്ത് വേണം? അവർക്ക് എന്ത് വേണം? ഭക്ഷണം ഇല്ലാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ പണ്ട് പെരുവേറന്മാർ കുറവായിരുന്നു. പക്ഷെ ഇപ്പോൾ എല്ലാവർക്കും എന്തുണ്ട്? ഇപ്പം വയറല്ല, പെരുവേറന്മാരാണ്. പെരുവേറന്മാരായി തീർന്ന കാര്യം എന്താണ് അറിയാമോ? ഉപവാസം ഇല്ലാത്തതുകൊണ്ടാണ്. സ്വന്തം എന്തില്ല കർത്താവിന്റെ കൂടെ ഇരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ. കഴിഞ്ഞ ദിവസം ഈ 12 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വിറയിൽ വരുമെന്നാണ്. പണ്ട് 12 എത്രയോ 12 കഴിഞ്ഞിട്ടും ആർക്കും എന്ത് വന്നില്ല? വിറയിൽ വന്നില്ല. അതിന് പകരം ഉൾക്കരുത്താണ് ഉണ്ടായി. ഉൾക്കരുത്തുണ്ടായി. സ്വന്തം ഭയങ്കര ആത്മാ ബലപ്പെട്ടു കാരണമായി. അതുകൊണ്ട് എന്ത് പറ്റി? അവരെ വയറിന് പ്രാധാന്യം കൊടുത്തപ്പോൾ പിശാചി പ്രബലപ്പെട്ടു എന്ന കാര്യമാണ് പറഞ്ഞ കാര്യം. സ്വത്രം. പക്ഷെ ഒരു രസം പറഞ്ഞ കാര്യം, പണ്ടൊക്കെ പിശാച് ഈ പ്രാർത്ഥനക്കാരെ കാണുമ്പോൾ ഓടി മറയും. ഇപ്പോഴും പിശാച് പ്രാർത്ഥനക്കാരെ കാണുമ്പോൾ അടുക്കലോട്ട് വരും. അടുക്കൽ വരുന്നു. അപ്പൊ അതിനർത്ഥം മനസ്സിലാക്കണം, എവിടെയൊക്കെയോ അപജയങ്ങൾ ആത്മീയ കോണത്തിൽ സംഭവിച്ചു എന്നതിന്റെ അപകടകരമായ അന്തരീക്ഷങ്ങളാണ് എന്നുള്ള കാര്യം കൂടെ ദൈവമക്കൾ മനസ്സിലാക്കണമെന്നാണ് ഞാൻ ഈ വിഷയത്തെ പറയുവാൻ കാരണമായത്. കഴിഞ്ഞ ദിവസം 7 ദിവസമായിട്ട് ഉപാസകരാണ്. ഞാൻ വിഷയം ചോദിച്ചില്ല, അവരുടെ പേഴ്സ് വിഷയമായിരിക്കാം എന്നുള്ള കാര്യമാണ് ഓർപ്പിച്ചോർത്തത്. എങ്കിലും ആ കഴിഞ്ഞ ദിവസം കടന്നു വന്ന് ആ വിഷയത്തെ കുറിച്ച് ചില വിഷയങ്ങളെ പരസ്യമായിട്ട് എന്നോട് പറയുവാൻ കാരണമായി. അപ്പോൾ ഞാൻ പറഞ്ഞ അർത്ഥം, ദൈവത്തോട് അടുക്കാൻ നമുക്ക് വിഷയം വേണമെന്ന് ആണോ? എന്തിനു ഉപവസിക്കണം? വിഷയങ്ങളൊന്നും വിഷയം വന്നാലോ ഉപവസിക്കാൻ വിഷയം വന്ന ഐശ്വര്യത്ത് കിടന്ന് ഉപവസിക്കാൻ പറ്റുമോ? ഇനി ഐശ്വര്യത്ത് കിടക്കുന്നതിന് മുമ്പിലുള്ളതുകൊണ്ട് ഐശ്വര്യ മുമ്പിൽ ഇരിക്കുന്നതുകൊണ്ട് ഉപവസിക്കാൻ പറ്റുമോ? വിഷയം വന്നാൽ ഉപവസിക്കാൻ പറ്റില്ല. വിഷയം ഇല്ലാതിരിക്കുമ്പോഴാണ് ഉപവസിക്കാൻ. മനസ്സിലാകുന്നുണ്ടോ? വിഷയമില്ല. അപ്പോൾ കഴിഞ്ഞ സ്വലവാക്ക് സ്വത്രം നമ്മുടെ സഹോദരി പറഞ്ഞതുപോലെ സ്വർഗത്തിൽ തൂക്കിയിട്ട് വരുമെന്ന് സ്വത്രം കഴിക്കാൻ. അപ്പോൾ സ്വത്രം. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം, ഞാൻ പേര് പറയത്തില്ല. സ്വത്രം പേഴ്സണൽ ചോദിച്ചാൽ പേര് പറയാം. സ്വത്രം. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം, ആ വിഷയം ഇല്ലാത്തത് കൊണ്ടല്ല, ആ വിഷയം ഉള്ളത് കൊണ്ടുമല്ല ഉപഘോഷിക്കുന്ന കാര്യം. വിഷയം വലുതാതിരിക്കാനാണ് ഉപഘോഷിക്കുന്ന സ്വത്ര. അപ്പൊ ഞാൻ പറഞ്ഞ അർത്ഥം, ദൈവസന്നിധിയിൽ ഉപഘോഷിക്കുന്നത് എല്ലാ നിലയിലും നമുക്ക് ഗുണമാണ്. ദൈവത്തോട് അടുക്കുന്ന കാര്യത്തിൽ ഗുണമാണ്, ശരീരത്തിന് അത് ഗുണമാണ്, ആരോഗ്യത്തിന് ഗുണമാണ്, ആയുസ്സിനും എന്താണ്? അത് ഗുണമാണ്. എന്നോട് എൻ്റെ പൊക്കവും മണ്ണും അനുസരിച്ച് 60-നും 65-നും മാത്രമേ വെയിറ്റ് പാടുള്ളൂ. പക്ഷേ എനിക്കിപ്പോൾ 70.25 ഉണ്ട്. പക്ഷെ ചിലപ്പോൾ 2 കിലോ വസ്ത്രത്തിൻ്റെ ആയിരിക്കാം സ്വന്തം. അപ്പോൾ എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വരിക സ്വന്തം. ഞാൻ ഒരാഴ്ച ഉപസിച്ചാൽ മതി, നേരെ 60 അല്ല 50-ലേക്ക് പോകാൻ
ഒരാഴ്ച ഉപവാസം മാത്രം മതി. അപ്പൊ ഞാൻ പറഞ്ഞ ദൈവസന്നിധിയിൽ അടുത്തിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹത്തിനത് കാരണമായി മാറുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് പൂർണ്ണമായും ധൈര്യമായിട്ട് ഉപവസിച്ചവർ, എല്ലാ കൂട്ടായി വന്നവരും വരാത്തവരും എല്ലാവർക്കും ഞാൻ പ്രത്യേകിച്ച് വന്ദനവും അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ഐശ്വര്യമായിട്ട് കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ഈ രാവിലെ സമയം പ്രാർത്ഥിക്കുന്നു. നാം ഇന്ന് കർത്താവിനെ യേശുവോട് ചേർന്ന് കർത്താവിനെ ശുശ്രൂഷിക്കുവാനുള്ള ദിവസമായതുകൊണ്ട് നമുക്ക് ആ വെളിപ്പാട് വേണം ഇന്ന് രാവിലെ അത് പ്രാധാന്യത്തോടെ ശുശ്രൂഷിക്കേണ്ടത്. അതിന് മുമ്പിൽ 2-3 വെളിപ്പാട് കൂടെ നാം ഇന്നലെ വായിച്ച വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് 2 ആശയങ്ങളും കൂടെ പറഞ്ഞിട്ട് ഞാൻ കർത്താവിനെ യേശുവോട് ശുശ്രൂഷയിലേക്ക് നീങ്ങുവാൻ കർത്താവ് നാമത്തിൽ ആഗ്രഹിക്കുന്നു. വായിക്കാം. പുറപ്പാട് പുസ്തകം 13-ാമത്തെ അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. പുറപ്പാട് പുസ്തകം 13-ാമത്തെ അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. വീണ്ടും പ്രാർത്ഥിച്ചു, വീണ്ടും അവൻ പുറപ്പെട്ടു, വീണ്ടും മുട്ടുകുത്തി, വീണ്ടും ആ സ്ഥാനത്ത് കൊണ്ടുവന്നു, വീണ്ടും സന്തോഷം കിട്ടി. ഇങ്ങനെ വീണ്ടും ചൈതന്യം കിട്ടി എന്ന പദങ്ങൾ നമ്മൾ ആവർത്തിച്ച് നാം ചിന്തി പാടിയാക്കി. ആ 13-ാമത്തെ അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ച സ്വന്തം. അടുത്ത വാക്യം. അടുത്ത വാക്യം. അടുത്ത വാക്യം. അടുത്ത വാക്യം. 13-ാമത്തെ 6-ാമത്തെ വാക്യമാണോ? 13-ന്റെ 6-ാമത്തെ വാക്യമാണോ? ആണോ? അപ്പൊ ഇവിടെ എനിക്കൊരു ചെറിയൊരു എഴുത്തിനകത്ത് മിസ്റ്റേക്ക് സംഭവിച്ചു തോന്നും. എങ്കിൽ അവിടെ ഒരു വാക്ക് കിടപ്പുള്ളത് ഞാൻ പറഞ്ഞു വെക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അതിനകത്തുണ്ടെങ്കിൽ നമുക്കത് ഞാൻ പിന്നെ ദൂത് പറയാം. അതിനകത്ത് അവർ പറഞ്ഞ വാക്കാണ് പുരോഗതി വീണ്ടും നോക്കണം എന്നൊരു വാക്കുണ്ട്. വീണ്ടും പുരോഗതി നേടണം, പുരോഗതി വീണ്ടും നോക്കണം എന്നൊരു വാക്കുണ്ട്. അത് 13-ാമത്തെ അധ്യായത്തിലാണോ എന്ന് ഒന്ന് കണ്ടുപിടിച്ചാൽ ഉത്തമമാണ്. ഇല്ലെങ്കിൽ ഞാൻ പിന്നേറ്റതിൽ ആ വിഷയത്തെ ഞാൻ ഓർപ്പിച്ചുതരാം. ഈ കുഷ്ഠരോഗം ബാധിക്കപ്പെട്ട് പാളയത്തിന് പുറത്തായ ആ വ്യക്തി, കുഷ്ഠരോഗം വന്നു കഴിഞ്ഞാൽ അവർക്ക് ആരോടെ പാർക്കാൻ പറ്റില്ല. കുടുംബക്കാരോട് കൂടെയോ ഗോത്രത്തോടു കൂടെയോ കുലത്തോടുകൂടെ പാർക്കാൻ പറ്റില്ല. അവരെവിടെയും വിടണം, അവരെ പുറത്തേക്ക് വിടണം. അത് പുറത്തേക്ക് വിടുമ്പോൾ അവർ കുഷ്ഠരോഗമാണോ എന്ന് വ്യക്തമാകാത്തക്കവണ്ണം അവനെ കൊണ്ട് ഇവിടെ എത്തണം. അവൻ പുരോഹിതനടുത്ത് വരണം. പുരോഹിതൻ പരിശോധിച്ച് നോക്കുമ്പോൾ കുഷ്ഠമെന്ന് ബോധ്യപ്പെട്ടാൽ അവനെ 7 ദിവസത്തേക്ക് പാളയത്തിന് പുറത്തേക്ക് നിർത്താം. 7 ദിവസം പാളയത്തിന് പുറത്ത് നിർത്താം. ഈ പാളയത്തിന്റെ പുറത്ത് നിൽക്കുമ്പോൾ എന്നെ ഒന്ന് നോക്കി, ഞാൻ പിന്നെ പറഞ്ഞോളാം. ഈ കൊറോണ വന്ന സമയത്ത് എത്ര ദിവസം? 7 ദിവസം എന്ത് ചെയ്യണം? ക്വാറന്റൈൻ. അപ്പൊ അന്ന് കൊറോണ വന്ന വ്യക്തികൾക്ക് വന്ന മാനസിക സംഘർഷം എന്ന് പറഞ്ഞ് ആ മാനസിക ബന്ധ വന്നപ്പോൾ പരാത്മഹത്യ ചെയ്തു. വിഷാദ രോഗം പിടിച്ചു. ആഹാരം കഴിക്കാതെ വന്നു. അപ്പന്റെ മുമ്പ് നിന്നും, അമ്മയുടെ മുമ്പ് നിന്നും, ഭാര്യ മുമ്പ് നിന്നും, മക്കൾ ഭർത്താവിന്റെ മുമ്പ് നിന്നും, കുടുംബക്കാരുടെ മുമ്പ് നിന്നും ഒറ്റപ്പെട്ട് സഹിച്ച് മാറി നിന്നപ്പോൾ ആ വ്യക്തിയുടെ മാനസിക വിഷമം എന്ന് പറഞ്ഞ ആഴമുള്ളതാകുന്നു. അത്ര ആഴമേറിയ മാനസിക ബുദ്ധിമുട്ട് വന്നതുപോലെ തന്നെ 7 ദിവസം കുഷ്ഠരോഗം ബാധിച്ചവർ പാളയത്തിന് പുറത്ത് നിൽക്കുമ്പോൾ അവർ സമൂഹ മധ്യത്തിനകത്ത് അവകാശീനായി തീർന്നുകൊണ്ട് ഒറ്റപ്പെട്ട് നിൽക്കുന്ന മാനുഷ്യ വിഷമം കണ്ടപ്പോൾ അവൻ കഥാ മോശിക്കൊണ്ട് വാക്കാകുന്നു. അവൻ 7 ദിവസം ജനത്തിൽ നിന്ന് മാറി നിൽക്കട്ടെ, പക്ഷെ അവർ എന്നേക്ക് മാറുന്നില്ല. അവര് കുഷ്ഠം മാറുമോ എന്നറിയാത്തക്കവണ്ണം അവന് വീണ്ടും പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവന്നിട്ട് പുരോഹിതൻ നോക്കണം അവന് കുഷ്ഠമുണ്ടോ ഇല്ലയോ നോക്കി. കുഷ്ഠം മാറിയിട്ടുണ്ടെങ്കിൽ അവന് വീണ്ടും കുടുംബത്തിനകത്തേക്ക് എന്ത് ചെയ്യാൻ കൊണ്ടുവരാം. മനസ്സിലാകുന്നുണ്ടോ? വീണ്ടും പ്രാർത്ഥിച്ചു, മഴ പെയ്തു. വീണ്ടും പ്രാർത്ഥിച്ചു, അത്ഭുതം നടന്നു. വീണ്ടും പ്രാർത്ഥന അയച്ചു, വീണ്ടും മഴക്കാക്കി അയച്ചു. വീണ്ടും വീണ്ടും ദൈവാത്മാവ് നിർബന്ധിക്കുമ്പോഴാണ് 2ാമത്തെ പ്രാവശ്യം തകർച്ചയിലേക്കല്ല, 2ാമത്തെ പ്രാവശ്യം അംഗീകാരത്തിലേക്ക് വേണ്ടിയാണ്. ഈ കഴിഞ്ഞ 1 മാസമോ കഴിഞ്ഞ 6 മാസമോ ജീവിതത്തിൽ ഒറ്റപ്പെടുന്ന വിഷമങ്ങൾ സഹിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും പുരോഹിതൻ നോക്കും. പുരോഹിതൻ നോക്കുമ്പോൾ വിടിവിക്കപ്പെട്ടു നോക്കിക്കഴിഞ്ഞാൽ അവൻ വീണ്ടും പാളയത്തിന് പുറത്തല്ല, അവരെ വീട്ടിനകത്തെ കൊണ്ടുവന്ന് ആരാധിക്കുന്ന അർത്ഥമാണ്. ദൈവമാണെങ്കിൽ കരവലിച്ച് പറയാതെ വീണ്ടും ഒരു സന്ദേശം ആവശ്യമാണ്, വീണ്ടും ഒരു സ്പർശനം ആവശ്യമാണ്, വീണ്ടും ഒരു അംഗീകാരം ആവശ്യമാണ്. ഈ രാവിലെ പറയാ പിശാചിനെ എന്തെങ്കിലുമായി അടിച്ചു
വെച്ചിട്ട് പുറത്താക്കി നോക്കുമ്പോൾ അവൻ പുരോഗതിയെ കൊണ്ട് വീണ്ടും അവൻ യേശുവിനെ അംഗീകരിപ്പിച്ച് അകത്താക്കുന്നതാണല്ലോ ദൈവത്തിന്റെ ഏറ്റവും വലിയ പദ്ധതി. സ്വന്തം ഓക്കെ വായിച്ചു. അപ്പോൾ എക്സോഡസ് എന്ന് പറയുന്ന ഭാഗം ലേവ്യ എന്ന് വായിച്ചോ. കണ്ടു വീണ്ടും നോക്കണം. പണ്ട് ഇതേ പുരോഗതി തന്നെ അശുദ്ധൻ എന്ന് പറഞ്ഞു. അതേ പുരോഗതി തന്നെ വീണ്ടും അവര് നോക്കിയപ്പോൾ ഇനി നോക്കി, ഞാൻ നിങ്ങളെ പാസ്സാണ്, നിങ്ങളെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ ആര് ചോദിക്കത്തുള്ളൂ? എന്നോട് ചോദിക്കും. അപ്പൊ എന്റെ മുഖത്ത് നോക്കണം. മുഖത്ത് നോക്കുമ്പോൾ രണ്ട് മുഖമുണ്ട്. രണ്ട് മുഖം എന്ന് പറഞ്ഞാൽ മുഖം തന്നെയാണ്, മുഖത്തിന്റെ ഭാവവ്യത്യാസം ഉണ്ടാകും. ഈ പുരോഗതിന്റെ കൂടെ നടക്കുന്ന വ്യക്തിയെ കുറിച്ച് സംസാരിക്കുന്ന ശബ്ദവും വല്ലപ്പോഴും വന്ന് നോക്കുന്ന ശബ്ദവും തമ്മിൽ ആ മുഖത്തിനകത്ത് കുഴപ്പമില്ല. ഈ കുഴപ്പമെന്ന് പറയുമ്പോൾ എന്തോ കുഴപ്പം കൂടിയുണ്ടെന്നാണ്. പക്ഷെ കുഴപ്പമില്ല, നല്ലതാണ് എന്ന് സ്ഥാപിച്ച് പറയുന്ന ശബ്ദത്തിന്റെ ഒരു വേരിയേഷൻ ഉണ്ട്. ആ വേരിയേഷനാണ് അംഗീകാരം ഉണ്ടാകുന്ന കാര്യം. മനസ്സിലാകുന്നുണ്ടോ? അതേ ആശയം തന്നെയാണ്. ഇതേ പുരോഹിതൻ കുഷ്ഠം കണ്ടപ്പോൾ ഈ രോഗിയെ പുറത്തേക്ക് അയച്ചു അശുദ്ധന് വേണ്ടി. അതേ പുരോഹിതൻ 7 ദിവസം കഴിഞ്ഞപ്പോൾ ആ രോഗി ആ പുരോഹിതടുത്ത് വന്ന് നോക്കി, പാസ്റ്ററെ ഒന്ന് നോക്ക് പാസ്റ്ററെ, ഞാൻ ശുദ്ധിയുള്ളവനാണോ എന്ന് നോക്കാൻ പറഞ്ഞു. നോക്കിയപ്പോൾ പരുക്കം നോക്കി, പരുക്കം നോക്കി, പരുക്കം നോക്കി, ഇതെല്ലാം നോക്കിയപ്പോൾ അത് പഴയ അന്തരീക്ഷത്തിലേക്ക് വന്നു എന്ന് തോന്നുമ്പോൾ അവന്റെ കോറണി മാറ്റി. അവന്റെ ആ വാക്കത്തിൽ മാറ്റിയിട്ട് പറയുമ്പോൾ ആരാ? വിശുദ്ധൻ. അപ്പോൾ ഈ ഭാര്യ ആരെ മുഖത്ത് നോക്കിയിരിക്കുന്ന ഭർത്താവിനെ കുറിച്ച് വിശുദ്ധൻ എന്ന് പറയുന്നത് ആര് പറയണം? അപ്പൊ ഭാര്യ ആരെ വായി നോക്കിയിരിക്കുന്നു? പുരോഹിതന്റെ വായി. മക്കളും ആരെ വായി നോക്കിയിരിക്കുന്നു? നാട്ടുകാരും ആരെ വായി നോക്കിയിരിക്കുന്നു? സഹകരണ സമൂഹം ആരെ വായിലാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്? അപ്പോഴാണ് പറയും, എനിക്ക് പാത്രം വേണ്ട, പള്ളിയും വേണ്ട. സഹകരണം നിങ്ങൾക്ക് എന്ത് വേണ്ട? പാസ്റ്റർ വേണ്ട, പള്ളിയും വേണ്ട എന്ന് പറഞ്ഞാൽ ആ പാസ്റ്റർ വാവുകൊണ്ട് എന്താ പറയുന്നത്? അപ്പൊ നിങ്ങൾ ഫീൽ ചെയ്താൽ മതി, ഞാൻ എന്റെ വാവുകൊണ്ട് ഉപയോഗിക്കുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞ അർത്ഥം എന്ന് പറഞ്ഞത്, അശുദ്ധൻ എന്ന് പറഞ്ഞ് മാറ്റിയിട്ടാണ് അതേ വ്യക്തിയെ 7 ദിവസം കഴിഞ്ഞപ്പോൾ അതേ പുരോഹിതൻ പറയുന്നു, നീ ശുദ്ധിയുള്ളവരെന്ന് വാക്ക് പറഞ്ഞു. ഈ രാവിലെ ദൈവത്തിന് മുമ്പ് വന്ന് പ്രിയപ്പെട്ടവരെ, തമ്പുരാനുമ്പാകെ 1-2 വട്ടം പ്രാർത്ഥിച്ചു മുട്ടുമടക്കി ദൈവത്തിന് മുമ്പാകെ ആരെങ്കിലും പ്രാപിച്ചിട്ടുള്ളവരെ ദൈവം വീണ്ടും അംഗീകരിച്ച് അവരെ വീണ്ടും വിശുദ്ധത പ്രഖ്യാപിച്ച് അവർ ദൈവിക വിളിക്കാരായി സ്വർഗ്ഗരാജ്യ അവകാശ വാക്യ പരസ്യമായി പ്രഖ്യാപിക്കണമെങ്കിൽ അത് ദൈവ നീതിപ്പെട്ട കാര്യമാണ്. കരങ്ങളടിച്ച് ദൈവത്തെ അറിയമേ, എന്നെ ഇന്ന് പ്രവേശിക്കുന്നവരാക്കി പ്രഖ്യാപിച്ചാൽ, ആ വിശുദ്ധത വാക്ക് പ്രഖ്യാപിച്ചാൽ എന്നെ ആദരവുമായി അത്ഭുതമാക്കി മാറ്റും. ദൂത് മനസ്സിലാവുന്നവർ അത് ഫില്ല് ചെയ്തുകൊണ്ടും ഞാൻ തിരുക്കത്തോടെയാണ് മുമ്പോട്ട് പോകുന്ന വാക്ക്. രണ്ടാമത്തെ വാക്ക് 2 ശമൂവേൽ പുസ്തകം 23-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. 2 ശമൂവേൽ പുസ്തകം 23-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം വായിച്ചാൽ രണ്ട് ശമൂവേൽ 23 4-ാമത്തെ വാക്യം അല്ലെ. എനിക്ക് അവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയെന്ന് തോന്നുന്നു. കാര്യം ഈ രാത്രിയൊക്കെയാണ് ചിലപ്പോൾ വചനങ്ങൾ വായിച്ച് ധ്യാനിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും അവിടെ വീണ്ടും വാക്കാം, ദാവീദ് വീണ്ടും യഹോവയോട് ചോദിച്ചു എന്നൊരു വാക്ക് കിടപ്പുണ്ട്. അത് 1 ശമൂവേലാണോ 2 ശമൂവേലാണോ എന്നൊക്കെ. 23 4-ാമത്തെ വാക്യമാണ്. ദാവീദ് വീണ്ടും യഹോവയോട് ചോദിച്ചു എന്ന വാക്ക് നോക്കി. എനിക്ക് പറ്റിയത് 1-2 സ്വന്തം. ദാവീദ് വീണ്ടും യഹോവയോട് ചോദിച്ചു. യഹോവ അവനോട്, എഴുന്നേറ്റ് കെയിലേക്ക് ചെല്ലുക, ഞാൻ ഫെലിസ്ത്യരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് അരുളിച്ചെയ്തു. ഒരു മിനിറ്റ് ഉണ്ടോ? നല്ല വെളിപ്പാടുണ്ടോ? ഒരു സ്വന്തം ആദ്യം ഫുൾ ഡൗൺ ആയി.
അവ വീണ്ടും പറഞ്ഞു, കർത്താവേ പറ, നിന്റെ പ്ലാൻ എന്ന് പറ. അപ്പൊ ദാവീദ് എന്ത് വീണ്ടും ദൈവത്തോട്, എന്റെ മുഖത്ത് നോക്കി ദയവായിട്ട് ആ ദൂത് നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ദൈവത്തോട് വീണ്ടും വീണ്ടും ചോദിച്ചാൽ അത് നല്ല കാര്യമാണെന്ന് ദൈവത്തിന് തോന്നിക്കഴിഞ്ഞാൽ അത് പരാജയത്തിലേക്ക് വിടുന്ന ശബ്ദമായി മാറാതെ അത് വിജയത്തിലേക്ക് പോയി ശബ്ദമായി മാറുമെങ്കിൽ ഈ മാസത്തിന്റെ 30-ാമത്തെ ദിവസം ഈ പ്രഭാതത്തിൽ നമ്മുടെ ഒരു കാര്യം ദൈവത്തോട് ചോദിപ്പാൻ നാം തുറന്നാൽ ദൈവം പറയും, ഇത് പരാജയത്തിലേക്ക് വിടുകയില്ല. ഇത് രാവിലെ ഓർത്തോണം. ഈ ഒരു വാക്ക് എന്റെ ഹൃദയത്തിൽ ഓടി വരുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞു തോന്നുന്നു. സ്തോത്രം. ദൈവത്തോട് ആലോചന ചോദിക്കണം. ഇത് വായിച്ച 32-ാമത്തെ വാക്യം, സങ്കീർത്തനം 32:8 വാക്യം. സങ്കീർത്തനം 32:8 വാക്യം. പ്ലീസ്. ദൈവത്തോട് ചോദിച്ചാൽ, ദൈവത്തോട് ആവശ്യപ്പെട്ടാൽ, ഒരു കാര്യം ദൈവത്തോട് അഡ്വൈസ് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം എന്ത് ചെയ്യും? അത് ദൃഷ്ടി വെച്ച് ദൈവം ആലോചന പറഞ്ഞ് പരാജയമെന്ന ശക്തി ലവദേശം തരാതിരിക്കത്തക്കവണ്ണം അവരെ വിജയത്തോടെ നയിക്കുന്നവർ വായിക്കും. ഇന്ന് രാവിലെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട മാതാപിതാക്കളോട് പരിശുദ്ധാത്മാവ് ദൈവദാസൻ ഈ രാവിലെ സഭാനെ പറയുന്നു, ദൈവത്തോട് ആലോചന വീണ്ടും വീണ്ടും ചോദിച്ചാൽ അത് പരാജയത്തിലേക്കല്ല പോകുന്നത്, അത് വിജയത്തിലേക്കാണ് പോകുന്നത്. കരമടിച്ച് ഈ രാവിലെ പറഞ്ഞാട്ട് ദൈവത്തോട് ആലോചന ചോദിക്കുന്ന ഈ മക്കളെ ദൈവത്തിന്റെ രാവിലെ ആവശ്യമാണ്. ഈ രാവിലെ 7-ാമത്തെ മാസത്തിലേക്ക് ദൈവത്തിനെ പ്രവേശിപ്പിക്കുമ്പോൾ ദൈവത്തോട് ആലോചന ചോദിക്കുന്ന ദൈവമക്കളെ ഈ സഭയ്ക്ക് ദൈവത്തിന്റെ ആവശ്യമാണ്. ദാവീദിന്റെ വിജയത്തിന്റെ ഏറ്റവും രഹസ്യവും അത് തന്നെയാണ്. എപ്പോഴും ദൈവത്തോട് ആലോചന ചോദിക്കും. മകളെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് എപ്പോഴും നിങ്ങളുടെ ഭാവിക്ക് നിങ്ങൾ ആരായി മാറണം, എന്തായി മാറണം, നിങ്ങളുടെ ലെവൽ എന്താകണമെന്ന് ദൈവത്തോട് വ്യക്തിപരമായി പ്രാർത്ഥിച്ച് ചോദിച്ച് സ്റ്റെപ്പുകൾ വെച്ചാൽ ദൈവം പറയുന്ന ശബ്ദത്തിന് വിധേയപ്പെട്ടാൽ അതിനകത്ത് 100% വിജയം കണ്ടിരിക്കും. അത് അത്ഭുതമായി പഠിച്ചിരിക്കും. ദൈവാനില്ലാത്ത ഒരു റൂട്ടോ, ദൈവാനില്ലാത്ത ഒരു മേഖലയോ നമ്മൾ തിരഞ്ഞെടുത്ത് യാത്ര പുറപ്പെട്ടാൽ അതിന് അവസാനം പരാജയമായി മാറും. അത് വരാതിരിക്കത്തക്കവണ്ണം ദാവീദ് ദൈവത്തോട് ചോദിച്ചപ്പോൾ ദൈവം നീ പുറപ്പെടുക, ഞാൻ ശത്രുവിനെ, ആ പൈശാചിക ശക്തിയെ, ആ എതിരാളിയെ നിന്റെ കയ്യിൽ തരാം. ഇല്ലാതെ വീണ്ടും വീണ്ടും ദൈവത്തോട് ആലോചിക്കുന്നു. അവർ ദൈവമൊക്കെ ദൈവസഭ എഴുന്നേൽക്കട്ടെ. അവർ കരമടിച്ചാൽ ദൈവമേ, ഒരു പരാജയം വരരുത്, ഒരു തകർച്ച വരരുത്, ഒരു ശൂന്യത വരരുത്. അവർക്ക് വിജയമാണ് യേശുനാമത്തിൽ. ഇവിടെ വാക്ക് പറയുന്നുണ്ട്, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാരുണ്ടോ എന്ന് നോക്കാൻ ദൈവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ എന്ത് ചെയ്യാം? ദൈവത്തിൽ നിന്ന് ആലോചിക്കാൻ. സ്തോത്രം. അത് ഞാൻ ഒരു ടൈം കൂടി പറയാം. മർക്കോസ് 1:35 വാക്യ അടിസ്ഥാനത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ നന്നായി രാവിലെ എഴുന്നേറ്റ് ഇരുട്ടോടുകൂടെ എവിടെ പോയി? ഒരു നിർജ്ജന സ്ഥലത്ത് പോയി പ്രാർത്ഥിച്ചു. ആരാ? യേശു. അതികാലത്ത് ഇരുട്ടോടെ എഴുന്നേറ്റ് നിർജ്ജനസ്ഥലത്ത് പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചത്? വായിച്ചേ ആദ്യ വാക്യയുടെ യെഹെസ്കേൽ പ്രവാചക പുസ്തകം അതിന്റെ 12-ാം അധ്യായത്തിന് 8-ാമത്തെ വാക്യം വായിച്ചേ. 8-ാമത്തെ വാക്യം വേഗത്തിൽ. എന്തിനാണ് യേശു പ്രഭാതത്തിൽ പോയത്? അരുളപ്പാട് ചോദിക്കാൻ. ദൈവത്തോട് ആരും ചെയ്യുന്ന കാര്യം ചോദിക്കാനൊക്കെ വേണം. ഹലോ, അപ്പൊ ദൈവത്തോട് അരുളപ്പാട് ചോദിക്കുന്ന സമയപ്പെടാണെങ്കിൽ അല്ലാതെ വെയില് ആ സൂര്യപ്രകാശം മുഖത്ത് അടിക്കുമ്പോൾ അയ്യോ പാസ്റ്ററെ പ്രാർത്ഥിക്കാൻ മറന്നുപോയി. നോ, നമ്മുടെ വിശ്വാസികൾ എത്ര മണിക്ക് എണീക്കണം? 4 ചോദിക്കാൻ 4 യാമത്തിൽ തന്നെ എഴുന്നേൽക്കണം. 4 യാമത്തിൽ എഴുന്നേറ്റ് ദൈവത്തോട് അരുളപ്പാട് ചോദിച്ച ഇന്ന് എന്താണ്? ഞാൻ ഇന്നൊരു വിഷയത്തിൽ ഇരിക്കുന്നു, അതിനകത്ത് അങ്ങയുടെ പ്ലാൻ എന്താണെന്ന്, അങ്ങ് എന്നോട് എന്താ സംസാരിക്കുന്നതെന്ന് അറിയുവാൻ തക്കവണ്ണം ദൈവത്തോട് അരുളപ്പാട് ചോദിക്കാൻ നിങ്ങൾ നാവ് തുറക്കുന്നുവെങ്കിൽ
ഈ വചനം കൊണ്ട് ഒരു ദൈവദാസൻ ഗ്യാരണ്ടി തന്നു. ഒരു വിജയമല്ലാതെ പരാജയം ജീവിതത്തിൽ കണി കാണാൻ പറ്റില്ല. സ്വന്തം യേശുവിനെ പരാജയപ്പെടാത്ത കാര്യം എന്താ? നമുക്ക് മുമ്പിൽ വിശുദ്ധ മേശ ശുശ്രൂഷയിരിപ്പുണ്ട്. യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷ ആരംഭിച്ചത് 30-ാമത്തെ വയസ്സിലാണ്. 3 വർഷം കൊണ്ട് അവൻ രാവിലെ എഴുന്നേൽക്കും. എന്തിനു വേണ്ടി? അന്നപ്പാടി ചോദിക്കാൻ പിതാവ് നിന്നു. ഇന്ന് എന്റെ ഷെഡ്യൂൾ എന്ന് പറഞ്ഞു തരാമോ? ഞാൻ ചെയ്യാൻ ഡ്യൂട്ടി എന്ന് പറഞ്ഞു തരാമോ? എവിടെ പോകണം, എന്ത് ചെയ്യണം, ആരെ ശുശ്രൂഷിക്കണം, ആരെ ഭൂതത്തെ മാറ്റണം, ആരെ രോഗത്തെ മാറ്റണം, ആരുടെ കഷ്ടത്തെ മാറ്റണം എന്ന് പറഞ്ഞ് ദൈവം അന്നപ്പാടി ചോദിക്കുമ്പോൾ ദൈവം രാവിലെ എന്ത് കൊടുക്കും? ഒരു ഷെഡ്യൂൾ വിട്ടു കൊടുക്കും. അതുകൊണ്ട് എന്ത് പറ്റി? യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം അവസാനത്തെ 2 വാക്യം ഒന്ന് വായിച്ചു തരാമോ? അന്നപ്പാടി ചോദിക്കുന്ന കൊണ്ടൊരു ഗുണം എന്താണെന്ന് വായിച്ചു. അടുത്ത വാക്യം. യേശു ചെയ്തത് മറ്റു പലതുമുണ്ട്. അടുത്ത വാക്യം. അത് ഓരോന്നായി എഴുതിയാൽ എഴുതിയ പുസ്തകം ലോകത്തിൽ തന്നെ ഒതുങ്ങയില്ല. നോക്കൂ, യേശു ചെയ്ത അത്ഭുതം എന്ന് പറയുന്നത് നിസ്സാര അത്ഭുതമല്ല. ലക്ഷങ്ങൾ കോടിക്കണക്കിന് അത്ഭുതം ചെയ്തു. അത്രയും അത്ഭുതം ദൈവം ചെയ്ത പാണ്ട് 3 വർഷമാണ്. എത്ര വർഷം രാജ? 3 വർഷം. എന്താണ് കാരണം? രാവിലെ എഴുന്നേറ്റ് എന്ത് ചോദിക്കും? വീണ്ടും അന്നപ്പാടി ചോദിക്കും. വീണ്ടും പറഞ്ഞേ ഉറക്കെ വീണ്ടും. അപ്പൊ ഒരു മാസം കണക്കെടുത്തെ. 1 വർഷം 12 മാസം, 2 വർഷം 24 മാസം, 3 വർഷം ആകുമ്പോ പറഞ്ഞേ എത്ര? 36. അടുത്തൊരു 6 മാസം കൂടി. എത്ര? 6 12 40. കണക്ക് കൂടി കാറ്റാ പറഞ്ഞു. 42 മാസം കൊണ്ട് ഇത്ര അത്ഭുതം ചെയ്തു പോലും. അച്ഛാ, നമുക്ക് എത്ര 42 കിട്ടിയച്ചാ? അനിമാര് പറഞ്ഞേ, നമുക്ക് എത്ര 42 മാസം കിട്ടി? ഇന്ന് നമ്മൾ ബാധ്യതയിലാണ്. ഇന്ന് നമ്മൾ അത്ഭുതം കാണാൻ പറ്റിയിട്ടില്ല. എന്താ അതിന്റെ ഒരു പരാജയം? ദൈവത്തോട് വീണ്ടും ആലോചന ചോദിപ്പാൻ തക്കവണ്ണം നാവുകൾ തുറക്കാതെ വന്നിട്ട് സ്വയം ബുദ്ധിയിൽ ആശ്രയിച്ചു, സ്വയം ചിന്തയിൽ ആശ്രയിച്ചു, കഴിവിൽ ആശ്രയിച്ചു, നമുക്ക് അറിവിൽ ആശ്രയിച്ചു, പ്രായത്തിൽ ആശ്രയിച്ചു. പലതും നമ്മൾ ആശ്രയിച്ച് ചെയ്യാൻ തുനിതല്ല. അത്ഭുതത്തിന് പകരം അരാജകത്തെ വെളിപ്പെട്ടു വന്നുവെങ്കിൽ ഇത് തിരിച്ചെടുത്ത ആ 7-ാമത്തെ ഭാഷ ദൈവത്തെ പ്രവേശിപ്പിക്കുവാൻ ദൈവത്തിന് പാലുണ്ടെങ്കിൽ 7-ാമത്തെ ഭാഷ അന്നപ്പാടി ചോദിച്ചുകൊണ്ട് അത്ഭുതം അനുഭവിപ്പാനും അത്ഭുതം ചെയ്യുവാനുമായി എന്നെ സമർപ്പിക്കുന്ന പറയാമോ? നാമത്തിന്റെ കരവരിച്ചു വന്നാട്ട് ആ ജോലിയില്ലാതെ ജീവിക്കത്തില്ല. അന്നപ്പാടില്ലാതെ യാത്ര ചെയ്യത്തില്ല. അന്നപ്പാടിനോട് യാത്ര ചെയ്യുന്നുവെങ്കിൽ അത് അരാജകത്വമല്ല, അത്ഭുതമായിരിക്കും ജീവിതത്തിൽ. രാവിലെ എഴുന്നേറ്റു. നോക്കൂ, പിതാവ് ശരീരം കൊടുത്തു. കാഴ്ച എന്ത് ചെയ്യും? യേശു പോയിട്ട് എന്ത് ചെയ്യും? അതുപോലെ ചെയ്തു. അതുകൊണ്ടാണ് യോഹന്നാൻ 21-ന്റെ അവസാനത്തെ വാക്യത്തെ വായിച്ച വാക്ക് അത്ഭുതങ്ങളുടെ വലിയൊരു കൂമാരമായിരുന്നു. ഞാൻ ഇന്ന് രാവിലെ ഒരു ദൈവദാസൻ എഴുതി സഭയോട് പറയാം, നമ്മൾ ആരാകണം? അത്ഭുതമാകണം. നമ്മൾ എന്ത് ചെയ്യണം? അത്ഭുതം ചെയ്യണം. പറഞ്ഞേ, നമ്മൾ എന്ത് ചെയ്യണം? അത്ഭുതം ചെയ്യണം. ഞാൻ ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. പാസ്റ്റർ സഭയിൽ ഒരു ആശിഷ് എന്ന് പറഞ്ഞൊരു പയ്യൻ ഉണ്ടായിരുന്നു പോലും. അദ്ദേഹം പറഞ്ഞ വാക്കാണ്. അപ്പൊ അദ്ദേഹം പാസ്റ്റർ ഒരു പൈശാചിക ശക്തിയെ ഓടിക്കുവാൻ തക്കവണ്ണം ശ്രമിച്ചു. അവർ ശ്രമിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു ആശിഷ് സ്തോത്രം വളരെയധികം കുഞ്ഞായ സമയമാണ്. പക്ഷെ ആ ദൈവദാസന്മാർക്ക് ആ പിശാചിനെ പുറത്താക്കാൻ പറ്റുന്ന സ്ഥലത്ത് LKG പഠിക്കുന്ന കുഞ്ഞിനെന്ത് ചെയ്തു? പുറത്താക്കി. അവൻ സ്തോത്രം അവൻ മിടുക്കനാണ്. അവൻ സ്കൂളിൽ പോയപ്പോ ആ സ്തോത്രം അവന്റെ ടീച്ചറിന്റെ വയറുവേദന ഉണ്ടായിരുന്നു. അപ്പൊ വയറുവേദനയുടെ സമയത്ത് അവരുടെ ക്ലാസ് ടീച്ചർ ചോദിച്ചു പോലും, നീ പോകുന്ന സഭയിലെ പാസ്റ്റർ ഭയങ്കര രോഗശാന്തി ചെയ്യുന്ന പാസ്റ്റർ ആണല്ലോ, നീ ഒരു കാര്യം ചെയ്യും, നീയും ആ നീ പ്രാർത്ഥിച്ചാൽ രോഗശാന്തി ഉണ്ടാകുമോ? അപ്പൊ ഇവർ മിടുക്കനായിട്ട് പറഞ്ഞു, യെസ് ടീച്ചർ, ഞാനും പ്രാർത്ഥിച്ചാൽ രോഗശാന്തി ഉണ്ടാകുമെന്ന് പറഞ്ഞു.
നിങ്ങൾക്കറിയാമോ, ഇവനെ കളിയാക്കിക്കൊണ്ടോ ഇവനെ പരീക്ഷിക്കാനാണോ ഈ ക്ലാസ് ടീച്ചർ യവനെ വിളിച്ചുകൊണ്ട് ഇവന്റെ വയറുവേദനിക്കുന്നതായ പ്രിൻസിപ്പാളിന്റെ റൂമിൽ പോയിട്ട് പ്രിൻസിപ്പാൾ പറഞ്ഞു, ടീച്ചറെ ഇവൻ പ്രാർത്ഥിച്ചാൽ വയറുവേദന മാറുമെന്ന് അവൻ പറയുകയാണ്. അപ്പൊ ടീച്ചർ നോക്കിയപ്പോൾ എലിക്കുഞ്ഞു പോലെ നിൽക്കുന്ന ഈ കുഞ്ഞ് ഇവൻ പ്രാർത്ഥിച്ച് സൗഖ്യമാകുമോ? അപ്പോഴെപ്പോഴാ വയറുവേദന വരുമ്പോ പിന്നെ പൊക്കോ വണ്ണോ ഒന്നും, കറുപ്പാണോ വെളുപ്പാണോ, മുറിഞ്ഞതാണോ പൊട്ടിയതാണോ കുടുംബമാണോ കുലവും നോക്കത്തില്ല. ചില പച്ചപ്പ് വരുമ്പോഴാണ് സൗന്ദര്യമുണ്ടോ, ഇതേത് കുലത്തിൽപ്പെട്ട ആളാണ്, ഇതേത് വംശത്തിൽപ്പെട്ട ആളാണ് എന്ന് നന്മ വരുമ്പോഴാണ്. അതുവരെയും ആര് പ്രാർത്ഥിച്ചാലും കറുപ്പനോ ചുവപ്പനോ വെളുപ്പനോ അവയെ പച്ചയോ ആര് പ്രാർത്ഥന കുഴപ്പമില്ല. ഞാൻ ടീച്ചർ അനുവാദം കൊടുത്തു, അവയെ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ക്ലാസ് ടീച്ചർ പ്രിൻസിപ്പൽ അനുവാദം ഇവൻ പോയി പാസ്റ്റർ എന്നെ വർഗീസ് പ്രാർത്ഥിച്ച സ്റ്റൈലിൽ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയിൽ വയറുവേദന മാറി. അവൻ നിന്ന് പോകാത്ത രാജ്യങ്ങളൊന്നും മനസ്സിലാകുന്നോ? ഞാൻ പറഞ്ഞ അർത്ഥം, നാം ഒരു അത്ഭുതം ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നമ്മുടെ അന്തരീക്ഷം മാറാൻ അധികം സമയമൊന്നും. ഇന്ന് രാവിലെ ഒരു സ്തോത്രം ചെയ്യാമോ? നമ്മൾ എന്നും ഒരു ഓർഡിനറി ലെവലിൽ, ഒരു സാധാരണ ചിന്തയിൽ, സാധാരണ ആശയത്തിൽ കൂടി പോകാൻ നമ്മുടെ നാവ് തുറക്കരുത്, മൈൻഡ് അങ്ങനെ ആക്കരുത്. അല്പം കൂടി ഒന്ന് നമ്മൾ ടിപ്പാകാം, അല്പം കൂടി ഒന്ന് വിശാല ഹൃദയം ഉണ്ടാക്കാം. കുഞ്ഞുങ്ങൾ പറയുന്നത്, എന്നെ കൊണ്ട് ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ പറ്റും, ഞാനൊരു അത്ഭുതമായി മാറുമെന്ന് പറയാൻ പറ്റുമെങ്കിൽ ദൈവത്തോട് പ്രഭാതത്തിൽ എഴുന്നേറ്റ് കർത്താവേ, എനിക്ക് ദൈവം ഒരു അത്ഭുതം ചെയ്യുവാൻ ഞാൻ ദൈവത്തോട് ചോദിക്കുന്നു. ഇന്ന് എന്താണ് എനിക്ക് ഒരു അത്ഭുതം ചെയ്യുന്നത്? ഇന്ന് എനിക്ക് ഒരു അത്ഭുതം കർത്താവ് ചെയ്യുക. ഇന്ന് എനിക്ക് ഒരു അത്ഭുതം ചെയ്യുക. ദൈവത്തോട് രാവിലെ ചോദിച്ചതുപോലെ അവൻ നമുക്ക് ഞാൻ എന്താ ചെയ്യേണ്ടത്? പറയാമോ? എന്റെ യേശു അവൻ പിതാവ് ദൈവത്തോട് ആകെ ചോദിച്ചതുപോലെ തന്നെ അവൻ നമുക്ക് ചോദിക്കുക. ആരും നമ്മളെ കൊണ്ടെത്തിക്കുന്ന അത്ഭുതത്തിലേക്ക് കൊണ്ടെത്തിക്കുവാൻ കാരണമാണ്. അതാണ് ഇത് രണ്ട് കാഴ്ച മാത്രമേ പറയുന്നുള്ളത്. അപ്പൊ ദൈവത്തോട് വീണ്ടും വീണ്ടും ആലോചന ചോദിക്കുകയും ദൈവത്തോട് വീണ്ടും വീണ്ടും ദൈവത്തിന്റെ മുഖം കാണാൻ പോവുകയും ചെയ്തു കഴിഞ്ഞാൽ ഒന്നവന് വിശുദ്ധനാക്കി മാറ്റും, രണ്ടവന് വിജയമാക്കി മാറ്റും. സോദര, അപ്പൊ ഞങ്ങൾ പറയാം, ദൈവത്തിന്റെ അടുക്കൽ എപ്പോഴും പോയാൽ എന്ത് കിട്ടും? നമ്മൾ വിശുദ്ധ പദവി കിട്ടും. രണ്ട്, ദൈവത്തോട് എപ്പോഴും ആലോചന ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട്, വിജയം കിട്ടും. അപ്പൊ ഇതാണ് ഇന്ന് നമ്മൾ ചിന്തിച്ച രണ്ടാശയം. അപ്പൊ നമ്മൾ ആരാകണം? വിശുദ്ധനാകണം. രണ്ട്, നമ്മൾ ആരാകണം? വിജയിയാകണം. ഇത് രണ്ടും വീണ്ടും കാണിച്ചത് കൊണ്ട് കിട്ടിയ ഗുണമാണ്. എന്ന് പറഞ്ഞു നോക്കിയേ. വീണ്ടും കാണിച്ചപ്പോൾ നാം വിശുദ്ധനായി. പറഞ്ഞു, ഞാൻ വീണ്ടും ദൈവത്തെ കാണിച്ചു, ഞാൻ വീണ്ടും ദൈവത്തിന്റെ അടുക്കലേക്ക് എത്തി, ഞാൻ ആരായി മാറി? ദൈവത്തെ വിശുദ്ധനാക്കി പ്രഖ്യാപിച്ചു. വീണ്ടും ഞാൻ ദൈവത്തെ ചോദിച്ചു, ദൈവം എനിക്ക് വിജയം തന്നു. അപ്പോൾ ഈ 7ാമത്തെ മാസത്തിൽ പോകുമ്പോൾ ഞാൻ വിശുദ്ധനാകണം, ഞാൻ വിജയം കാണണം എന്ന ആശയത്തോടെ ദൈവത്തിൽ ഇതിനാകെ ദൂരെടുക്കാൻ പറ്റുമെങ്കിൽ പരാജയമല്ല. അവൻ അടുത്ത മാസം വരുന്നത്, അവൻ അർത്ഥമല്ല. അടുത്ത മാസം വരുന്നത് അവൻ സൂര്യനല്ല. അടുത്ത മാസം വരുന്നത് ഒരു വിജയം തന്നെ കാണുക. കലവരിച്ച് ദൈവത്തോട് വലിയവേ, എനിക്ക് വിശുദ്ധനായി മാറണം, എനിക്ക് വിജയം കൈവശമാക്കണം. അതുകൊണ്ട് വീണ്ടും വീണ്ടും ഞാൻ ദൈവത്തിൽ ആരെ ചോദിച്ച ദൈവത്തിന് മുമ്പ് എന്നെ തന്നെ കാണിക്കുകയാണ്. ഈ എല്ലാ കൂട്ടായ്മയിലും, ദൈവാലയത്തിൽ എല്ലാ കൂട്ടായ്മയിലും വരുന്നവർക്ക് ഒരു പ്രശ്നവും ഇല്ല. വല്ലപ്പോഴും വരുന്നവർക്കാണ് പ്രശ്നക്കാരൻ. ഈ കൂട്ടായ്മയിൽ എല്ലാവരും പ്രാവശ്യം വന്നു നോക്കിയേ, ആത്മീക ബന്ധവതയും ഐക്യത കൂടിക്കൊണ്ടിരിക്കും. വല്ലപ്പോഴും വന്നു നോക്കിയേ, പാസ്റ്റർക്കും തെറ്റിദ്ധാരണ ഉണ്ടാകും, വരാത്തവർക്കും തെറ്റിദ്ധാരണ ഉണ്ടാകും. എന്നിട്ട് പിന്നെ വരും പറയും, എന്റെ പാസ്റ്റർ വഴക്ക് പറയുമെന്നു. അവരെന്നെ കുറിച്ച് എന്തായിരിക്കും തോന്നുന്നത്? ആ മനസ്സിനകത്തുനിന്നുണ്ടാകും ഒരു വല്ലാത്തൊരു വൈക്ലപ്തി ഉണ്ടാകും. പക്ഷെ കൂട്ടായ്മയിൽ മുഖം കാണിക്കുന്ന ഈ മക്കൾക്ക് എന്തില്ല? ആ വൈക്ലപ്തി ഉണ്ടാകുന്നത് അതിനെ വിളിക്കുന്ന പ്രാഗൽഭ്യമാക്കാൻ. ദൈവത്തോട് അടുത്ത ബന്ധം സ്ഥാപിച്ച് പോകുമ്പോഴാണ് വിശുദ്ധൻ, വിശ്വസ്തൻ, നീതിമാൻ എന്ന പദവിയിലേക്ക് ദൈവം നമ്മെ കൊണ്ടെത്തിക്കുന്നത്.
എന്തുവെന്ന് ദൈവത്തോട് ചോദിക്കുമ്പോഴാണ് നാം ആരായി മാറുന്നു. നാം വിജയശ്രീലാൽ മാറുന്നു. അതുകൊണ്ട് ഞാൻ എന്തൊരു പറയാം, അടുത്ത മാസം മുതൽ അടുത്ത 6 മാസം വരെ നമ്മൾ പരാജയം സ്വപ്നം പോലും കാണരുത്, നഷ്ടമെന്ന വ്യാപ്തി വരരുത്. നാം വിജയിച്ചുകൊണ്ടേയിരിക്കണം, സന്തോഷിച്ചിരിക്കണം. നമുക്ക് പറയാം, അടുത്ത മാസം എന്റെ കുടുംബത്തിൽ വിജയമുണ്ട്, എന്റെ കുടുംബത്തിൽ വിജയമുണ്ട്, എന്റെ സഭയ്ക്ക് വിജയമുണ്ട്, എന്റെ തലമുറയ്ക്ക് വിജയമുണ്ട്. അടുത്ത മാസം കാണാൻ പറ്റുക, അടുത്ത മാസം ചൂടിപ്പോയിട്ട് അവൻ പരാജയം കാണില്ല, അവൻ വിജയിച്ചോണ്ടേയിരിക്കുക. ഞാൻ ദൈവത്തെ ചോദിച്ചുകൊണ്ടിരിക്കുക, എനിക്ക് റൂട്ട് കാണിച്ചുകൊണ്ടിരിക്കുക. ആ എനിക്ക് അത്ഭുതം അനുഭവിപ്പാൽ തക്കവണ്ണം ദൈവം അനുവാദം. അത് നമ്മുടെ ജീവിതത്തിന്റെ അടുത്ത ദിവസങ്ങൾ, അടുത്ത മാസങ്ങളുള്ള അവർ വാക്കുകളും വാഗ്ദത്തങ്ങളും ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊലോസ്യ ലേഖനം അതിന്റെ 2-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യവും 15-ാമത്തെ വാക്യവും കർത്താവിന്റെ മുമ്പിൽ നമുക്ക് വായിക്കാം. കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യവും 15-ാമത്തെ വാക്യവും. അതിക്രമങ്ങളൊക്കെ നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായ കൈയെഴുത്ത് വായിച്ചു. 13 ചേർത്ത് വായിച്ചു. അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രചർമ്മത്തിന്റെ മനുഷ്യനായ നിങ്ങളെ അവൻ അവനോട് കൂടെ ജീവിപ്പിച്ചു. അവനോട് കൂടെ ജീവിപ്പിച്ചു. അടുത്ത വാക്യം, അതിക്രമങ്ങളൊക്കെ നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായ കൈയെഴുത്തും വായിച്ചു. അടുത്ത വാക്യം, ക്രൂശിൽ തറച്ചു നടുവിൽ നീക്കിക്കളഞ്ഞു. അടുത്ത വാക്യം കൂടി, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വർപ്പിച്ചു. ക്രൂശിൽ അവിടെ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായി കാഴ്ചയാക്കിയത് വാക്ക്. ശ്രദ്ധിക്കണം, ഇതിനകത്ത് 2-3 മർമ്മങ്ങൾ എന്റെ ഹൃദയത്തിൽ പരിശുദ്ധ തന്നത് വിശുദ്ധ യേശുവിനെ ചേർന്ന് ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ ഉപയോഗിക്കുകയാണ്. ഈ കൊലോസ്യ ലേഖനത്തിനകത്ത് പൗലോസ് വളരെ ഗൗരവത്തോടെ എഴുതുന്ന ഒത്തിരി ആശയങ്ങളാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ കൊലോസ്യ ലേഖനങ്ങളുടെ റാണിയാതിപ്പുണ്ട്, രാജാവിനിപ്പുണ്ട്. ഈ രാജാവ് നിൽക്കുന്നതിന് മെയിൻ കാരണമെന്ന് പറയുന്നത് അവൻ ക്രിസ്തുവിന് കൊടുക്കുന്ന വലിയ പ്രാധാന്യമാണ്. അപ്പൊ ഒരു വ്യക്തി ക്രിസ്തുവിന് കൊടുക്കുന്ന ക്രിസ്തുവിന്റെ അധികാരം, ക്രിസ്തുവിന്റെ ശക്തി, ക്രിസ്തുവിന്റെ മാഹാത്മ്യം, അവന്റെ മഹത്വം, അവന്റെ വിശേഷതകൾ, അവന്റെ ക്രൂശിത്വം കൊണ്ട് പ്രാപിച്ച ജയോത്സവം എന്നീ പദപ്രയോഗങ്ങൾ കൊണ്ട് മൂടപ്പെടുന്നതായതുകൊണ്ട് അവൻ ഈ ലേഖനം റാണിയല്ല രാജാവിനെ കൊണ്ട് സ്വന്തം. അവൻ ഈ ലേഖനത്തെ പറഞ്ഞ വാക്കിന്റെ ആ 2 ആശയത്തിനകത്ത് 2 ആശയം. അവനോട് കൂടെ ജീവിപ്പിച്ചു. അവൻ മീൻസ് ക്രിസ്തു, ക്രിസ്തുവിനോട് കൂടെ എന്നെ ജീവിപ്പിച്ചു എന്ന് പറഞ്ഞ അർത്ഥം ഷോക്കടിച്ച ഒരു മൃഗം അല്ലെങ്കിൽ ഒരു പൂച്ച ഷോക്കടിച്ച് മയം കിടക്കുകയാണ്. പക്ഷെ ഒരാൾ പോയിട്ട് എന്ത് ചെയ്യും, അതിനെന്ത് കൊടുക്കുന്നു? അതെ, ഫസ്റ്റ് എന്ത് പറയുന്നത്? ചിക്കൻ കൊടുക്കുക. അപ്പോൾ അത് നെഗറ്റീവാണ്. ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഞാൻ കണ്ടു. ആ വീഡിയോക്കകത്ത് ഈ ഏതോ അടുത്ത് പോയിട്ട് ഒരു നായി ഒരു കപ്പിനകത്ത് തല കൊണ്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ തല ഊരാൻ പറ്റിയ കപ്പ് കൂടി കയറുന്നുണ്ട്. കപ്പും കൊണ്ട് എന്ത് ചെയ്യുക, റെയിൽവേ സ്റ്റേഷൻ മൊത്തം ഓടുകയാണ്. ഓടിയപ്പോൾ ഒരാൾ നേരെ ചെറുത്ത് നിർത്തിയിട്ട് പിടിച്ചിട്ട് ആ കപ്പിനെ തലയിൽ ഊരിയപ്പോൾ ഈ നായി അദ്ദേഹത്തെ വിട്ടെന്ത് ചെയ്യുന്നില്ല, പോകുന്നില്ല, അവിടെ നിൽക്കുന്ന കറങ്ങുകയാണ്. അതിൻ്റെ അർത്ഥം അതിൻ്റെ ആ അടഞ്ഞ മുഖത്തെ ഓപ്പണാക്കി താൻ സ്വതന്ത്രമാക്കിയത് കൊണ്ട് ആ വ്യക്തിയോട് താൻ കാണിക്കുന്ന നന്ദിയാണ് കാണിച്ച വാക്ക്. ഇതുപോലെ തന്നെയാണ് അധർമ്മത്താലും പാപത്താലും ശ്രമത്താലും അടഞ്ഞുപോയ നമ്മെ അവൻ വന്ന്, ക്രിസ്തു വന്ന് അവനോട് കൂടെ ചേർത്ത് വെച്ചിട്ട് നമ്മെ ജീവിപ്പിച്ചു. മനസ്സിലാക്കരുത്, ആരെങ്കിലും തുനിഞ്ഞില്ല, രക്ഷപ്പെടുത്താൻ ആർക്കെങ്കിലും പറ്റുമോ? പറ്റത്തുമില്ല. ക്ഷമിച്ചാൽ പോലും പരാജയപ്പെടും. ഒരുവനും മാത്രമേ ജീവിപ്പിക്കാൻ പറ്റൂ. അത് മനുഷ്യ തമ്പുരാനും മാത്രം ജീവിപ്പിക്കാൻ കഴിയുമെന്ന് പിതാവ് ദൈവത്തിന് ഹിതമായതുകൊണ്ട് യേശുവിനെ അവർക്ക് വേണ്ടി തന്നപ്പോൾ അവനോട് കൂടെ എന്നെയും ജീവിപ്പിച്ചത് കൊണ്ടാണ് ഇന്നും നമ്മുടെ ജീവനെ സമർത്ഥി വെളിപ്പാടിയാക്കിയത്. കരവൊന്നടിച്ച് നന്ദി പറയാമോ? യേശു ക്രിസ്തുവിനെ എനിക്ക് പിതാവ് തന്നതുകൊണ്ട് യേശു ക്രിസ്തുവിൽ കൂടെ എന്നെ ജീവിപ്പിച്ച അവനോടുകൂടെ അവൻ സമൃദ്ധിയാക്കി എന്നെ തീർന്നതിനായി ഞാൻ സകല മതത്തവും സകല പുകച്ചകളും ആ യേശുവിനെ ഞാൻ വിളിക്കുകയാണ്. പിതാവിനോട് എനിക്ക് നന്ദിയോട്
ഉണ്ടായിരുന്നുവെങ്കിൽ അതിക്രമങ്ങളാലും പാപങ്ങളാലും ചട്ടങ്ങളാലും അടയ്ക്കപ്പെട്ട വ്യക്തിയായി മാറുമായിരുന്നു. എന്തു പറയുക തന്നത്? ദൈവത്തിന്റെ മക്കൾ പറഞ്ഞേ, ഞാൻ ദൈവത്തിന്റെ മകൻ, ഞാൻ ദൈവത്തിന്റെ മകൻ എന്ന പദവി കിട്ടിയത് ക്രിസ്തുവിൽ കൂടിയാണ് കിട്ടിയത്. ആ ക്രിസ്തുവിൽ കൂടി കിട്ടിയില്ലായിരുന്നുവെങ്കിൽ ഇന്നും നമ്മൾ ആരാകുന്നത്? സ്വന്തം അതിക്രമങ്ങളിലും പാപങ്ങളിലും ശാപങ്ങളിലും ഭൂമി ഒരിക്കൽ പോലും രക്ഷപ്പെടാൻ സാധ്യതയില്ലാത്ത അന്ധതയിൽ പിടിക്കപ്പെട്ട അന്തരീക്ഷം നിൽക്കുമായിരുന്നു. ഇന്നലെ അവന് സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ ആത്മാവിന്റെ നാമത്തിൽ ദൈവസഭയോട് പരസ്യമായ നന്ദിയോടെ പറയുകയാണ്, നമുക്ക് അങ്ങനെ ഭാഗ്യം തന്നതുകൊണ്ട് ഇത്രയും വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട്. നിങ്ങളുടെ മുഖത്ത് ഒരാളെ മുഖത്ത് നോക്കി, നോക്കി അതാ ആ മുഖത്ത് നോക്കിയാൽ തന്നെ എന്ത് രസമല്ലേ? ഇത് വേറെ അവിടെ അടുത്ത് പോയാൽ കിട്ടുമോ? കിട്ടോ? ദിലീപ് സ്വത്ത് കിട്ടോ? കിട്ടത്തില്ല. ഇതിവിടെ വരെ കിട്ടത്തുള്ളൂ. നീ പലപ്പോഴും അത്സരക്കേട് കാണിക്കണം. അവിടെ നിന്ന് നോക്കിയാൽ സ്വന്തം. അപ്പൊ അതിക്രമങ്ങളാലും പാപങ്ങളാലും ശാപങ്ങളാലും മൂലപ്പെട്ട എന്റെ സ്വർഗസ്ഥ പിതാവ് ദൈവത്തിന്റെ പുത്രൻ അയച്ചതുകൊണ്ട് ആ വാക്കുകൾ അവരോട് കൂടെ നിങ്ങൾ വാക്ക് ശ്രദ്ധിക്കോ. അത് 14 വാക്യം, അതിക്രമങ്ങളിലും അവൻ നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രചരണത്തിൽ മരിച്ചവരായിരുന്ന നിങ്ങളെയും അവനോട് കൂടെ ജീവിപ്പിച്ചുവെങ്കിൽ ഇന്ന് നമ്മുടെ ജീവൻ അത് ഈ ഭൂമിയിലെ മനുഷ്യ ജീവനല്ല, എനിക്ക് ഇന്ന് ലഭിച്ച സെക്കൻഡ് ജീവൻ ക്രിസ്തുവിന്റെ ജീവനാണ്. അതുകൊണ്ടാണ് ഈ ഓജസ്വരി പാടിയാക്കിയത്. അപ്പൊ എന്നോട് ഒരാൾ ചോദിച്ചു, ഉപാസമാണോ പാസ്റ്റർ? ഞാൻ പറഞ്ഞു ഉപാസമാണ്. അപ്പൊ ചോദിച്ചു, ഉപാസമാണ്? അയ്യോ, എനിക്കത് ഓർക്കാനേ പറ്റില്ല പാസ്റ്റർ. ഞാൻ ഭയങ്കര കാര്യം, എനിക്കത് ഓർക്കാൻ വയ്യ. സ്വത്രം അത് 12 മണിക്ക് ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചാൽ 7 മണിക്ക് മുമ്പ് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അത് ഓർക്കാനേ വയ്യ. പെന്തിക്കോസുകാരുടെ കാര്യമല്ല, പെന്തിക്കോസല്ലാത്ത വ്യക്തി. എന്നാൽ നമ്മൾ 21 ദിവസം ഇരുന്ന് 21 ദിവസം യാത്ര ചെയ്ത് വണ്ടി ഓടിച്ച് നമ്മൾ പോകുന്ന പോക്ക് കണ്ടു കഴിഞ്ഞാൽ ഇവര് അറ്റാക്ക് ചത്തു പോകും. സ്വത്രം ഇതെവിടെ ജീവൻ കിട്ടിയത്? ക്രിസ്തുവിനോട് കൂടെ. ക്രിസ്തുവിനോട് കൂടെ. സാറുണ്ടോ? ചിലരങ്ങ് ഉപവാസമായിരിക്കും, സമാധിരിക്കും. അതുകൊണ്ട് കുഴപ്പമില്ല, അത് നല്ലതായിരിക്കും. സ്വത്രം നമ്മൾ എല്ലാ കാര്യങ്ങളും നീ ഇടപെടേണ്ടി വരും. ഈ ആരോഗ്യം എവിടെ നിന്നാണ് കിട്ടിയത്? ക്രിസ്തുവിൽ കൂടെ അല്ലെ? അങ്ങനെ സിസ്റ്റർ, നമ്മൾ ക്രിസ്തുവിൽ കൂടെ ലഭിച്ച ജീവിതം. അപ്പോൾ നമുക്ക് എപ്പോഴും ആരോടെ കടപ്പാട്. ഞാൻ ഇന്നലെ ഒരു വചനം വായിച്ച് ഇങ്ങനെ ധ്യാനിച്ചു വന്നപ്പോൾ എൻ്റെ മനസ്സിനകത്തേക്ക് ഒന്ന് വായിക്കാമോ? സ്തോത്രം 4-ാം അധ്യായം. സ്തോത്രം അതെ, എബ്രായർ 4-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിന്റെ അവസാനത്തെ വാക്യം വായിച്ചാട്ടെ. 13-ാമത്തെ വാക്യം വായിച്ചു. എബ്രായർ 4-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം വായിച്ചു. എനിക്ക് ആരുമായിട്ട കാര്യം? ഒരാൾക്ക് കാര്യം കൊടുത്ത് പറഞ്ഞു. എനിക്ക് ക്രിസ്തുവുമായിട്ടാണ്. ഒന്നുകൂടെ പറഞ്ഞു, കാര്യം കൊടുത്ത് പറ. എനിക്ക് അങ്ങോട്ട് നോക്കി, എന്റെ മുഖത്ത് അങ്ങോട്ട് പറയാം. അളിയന്റെ മുഖത്തേക്ക് പറ. സ്വത്രം കഴിക്കാൻ അളിയന്മാർ പറ. സ്വത്രം കഴിക്കാൻ എനിക്ക് ആരുമായിട്ട കാര്യം? അപ്പൊ പിന്നെ എനിക്ക് ആരുമായിട്ടും ഒരു കാര്യം. ഇതാണ് കുഴപ്പം. ക്രിസ്തുവുമായിട്ട് കാര്യം ഉണ്ടാകേണ്ട സ്ഥാനത്ത് നമ്മൾ വേറെ ആരുമായിട്ട് എന്ത് ചെയ്യാൻ? നമ്മുടെ ബിസിനസ് മൊത്തം ആരുമായിട്ടാ? ക്രിസ്തുവുമായിട്ടാണ്. ആരുമായിട്ട് ബിസിനസ് കൂടരുത്, ആരുമായിട്ട് കൂടരുത്. കിട്ടിയില്ല. ഇനിയിപ്പോ പണി കിട്ടും. ജിയോ സിമ്മുകാരും എയർടെല്ലുകാരും പൈസ കൂട്ടിയോട് ചിലപ്പോൾ വിളിക്കാൻ സാധ്യത കുറവായിരിക്കും. എന്നാലും വിളിക്കാതിരിക്കത്തില്ല. സ്വതന്ത്രം നമുക്ക് ആരുമാറ്റ കാര്യം. ഞാൻ എന്നോട് പറയാം, നിങ്ങൾ ഒന്ന് മൈൻഡ് റീസെറ്റ് ചെയ്യും. എന്ത് പറഞ്ഞാലും ആരെ കൂടെ ചേർത്ത് വെച്ച് പറയാം, എന്റെ യേശു. എന്ത് സംസാരിച്ചാൽ, നാട്ടുകാർ സംസാരിച്ചാൽ, വീട്ടുകാർ സംസാരിച്ചാൽ, എന്നോട് പല ചില ജാതികൾ ചോദിക്കാറുണ്ട്. അപ്പം ഞങ്ങളുടെ മോടെ കൂടെ പഠിക്കുന്നത് ഒരു മുസ്ലിം കുടുംബമുണ്ട്, കത്തോലിക്കക്കാരുണ്ട്, CSCക്കാരുണ്ട്, സ്വത്രം ഓർത്തഡോക്സുകാരുണ്ട്, യാക്കോബക്കാരുണ്ട്.
ഞങ്ങൾ മാത്രമേ പെന്തിക്കോസുകാരായിട്ട് സ്വന്തം. ഒരാൾ പെന്തിക്കോസ് 50-50 പെന്തിക്കോസാണ് സ്വന്തം. എന്നാൽ ഇവരെല്ലാം ഞങ്ങളെല്ലാം ഒരു പാരൻസ് തമ്മിൽ ഗ്രൂപ്പുണ്ട്. ഈ ഗ്രൂപ്പിനകത്ത് ചില സംസാരിക്കും, ചില കൂടെ ഒരു പ്രാവശ്യം കൂടെ ചെയ്തു. സംസാരിക്കുമ്പോൾ എന്നെ വിളിക്കും, സാറേ സുഖമാണോ? കൃപയാൽ. നമുക്ക് അങ്ങനെ വരത്തുള്ളൂ, കർത്താവിന്റെ കൃപയാൽ. അപ്പൊ കർത്താവിന്റെ കൃപയാൽ എന്ന് പറയുമ്പോൾ അവർക്കും ഒരു സന്തോഷമായിരിക്കും. ചിലപ്പോൾ നമുക്ക് അതിനേക്കാൾ സന്തോഷം ദൈവനാമം. നമുക്കറിയാം എന്ത് വരണം, നമ്മൾ എന്ത് പറഞ്ഞാലും എനിക്ക് കാര്യം ആരോടാ? ക്രിസ്തുവിനോടാണ്. ആ പരാതി ഉണ്ടെങ്കിൽ, സന്തോഷമുണ്ടെങ്കിൽ, എന്തെങ്കിലും ദുഃഖമുണ്ടെങ്കിൽ, സന്താപമുണ്ടെങ്കിൽ, എന്തെങ്കിലും അവർക്ക് പ്രശ്നമുണ്ടെങ്കിൽ പറയാൻ തക്കവണ്ണം വഴക്കുണ്ടാക്കാൻ പറ്റുന്ന ഏക വ്യക്തി യേശു മാത്രമാണ്. കരവലിച്ചു പറഞ്ഞാട്ട് അങ്ങനെ ഒരു ചിന്തകമാകത്ത് ബന്ധപ്പ് ചെയ്താൽ ഉലകത്തിൽ ഒരു മനുഷ്യനോട് നടന്നൊരു കാര്യമില്ല. നമുക്ക് കാര്യം അവനുമായിട്ടാണ്. അവൻ സ്വർഗ്ഗത്തോട് വീണ്ടെടുത്തു, അവൻ പുത്രത്തിന് അവകാശം തന്നു. എന്റെ വീട്ടിൽ അനുഭവിച്ചില്ലെങ്കിൽ എനിക്ക് അവകാശം യേശുവായിട്ട് അവകാശമാണ്. ഒന്ന് പറഞ്ഞേ, എനിക്ക് ആരുമായിട്ടും വേണ്ട. പലപ്പോൾ നമുക്ക് ഈ ചിന്ത മറക്കുമ്പോഴാണ് പല കുടുക്കിലൊക്കെ അപകടപ്പെട്ടിട്ട് ഊരാൻ പറ്റാതെ നിൽക്കുന്ന അവസ്ഥ. ഈ രാവിലെ ഈ വാക്യത്തെ മുൻ വെച്ചിട്ട് പറയാം, എനിക്ക് യേശുവുമായിട്ടാണ് കാര്യമുള്ളത്. കുട്ടികൾ പറയാം, എന്റെ വിദ്യാഭ്യാസം എനിക്ക് ആരുമായിട്ട കാര്യം? യേശുവുമായിട്ട കാര്യം. നിങ്ങൾ എനിക്ക് യേശുവുമായിട്ട കാര്യം. അങ്ങനെ യേശുവുമായിട്ട് കാര്യമുള്ള ശബ്ദമൊക്കെ ഉണ്ടെങ്കിൽ നിശ്ചയമായും നമ്മുടെ ഹൈ റെസ്പോൺസിബിലിറ്റി, ഞാൻ ഹൈ എന്ന് ഉദ്ദേശിച്ച് നോക്കണം, നമ്മുടെ ഏറ്റവും നമ്മുടെ ഉത്തരവാദിത്വമുള്ളത് ആരാ? യേശു മാത്രമാണ്. കാരണം യേശുവിന്റെ നിർബന്ധമാണ്. ഈ ശിഷ്യന്മാർക്ക് പ്രാർത്ഥിക്കാൻ പറഞ്ഞ പ്രാർത്ഥന സ്വർഗസ്ഥനായ നാം വിശ്വസിക്കുന്നത് രാജ്യമെന്ന ഇഷ്ടം സ്വർഗത്തെ പോലെ എന്ന പദങ്ങൾ പറയുമ്പോൾ യേശു ആ പ്രാർത്ഥനയ്ക്ക് തുണിച്ചു ശബ്ദം എന്തുവാണ്? യേശുവിന്റെ നാം ഉയരണം, യേശു മഹത്വം കൊടുക്കണം. യേശുവിന്റെ നാം ഉയരണമെങ്കിൽ നമ്മൾ ഉയർത്തിയെങ്കിലല്ലേ യേശു നാം ഉയർത്തുള്ളൂ. അതെ ആണോ? നമ്മൾ എന്നും അതപ്പതിച്ച് കിടന്നത് യേശു ഉയരുമോ? ഉയർത്തില്ല. മറ്റുള്ളവരെ നമ്മെ കളിയാക്കി സംസാരിക്കത്തില്ലേ? ഇതാ പെന്തിക്കോസ് പോയി ക്രിസ്ത്യാനിയായി തീർന്നു, ഒരു ഗുണം പിടിക്കാൻ കിടക്കുന്ന ഒരു കുടുംബം എന്ന് പറഞ്ഞ് കളിയാക്കത്തില്ലേ? അതിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് പറയാം, നാം ഉയർച്ച പ്രാപിക്കണമെന്ന് നമ്മേക്കാൾ ഏറ്റവും വലിയ ആഗ്രഹം എനിക്ക് അവരുമായിട്ട് കാര്യം ഈ വിശുദ്ധ യേശു ചെയ്യുന്നവരൊക്കെ പറയാം, എന്റെ കാര്യങ്ങൾ യേശുമായിട്ടാണ്. അത് താമസിക്കാൻ അത്ഭുതം ചെയ്യുവാൻ എന്റെ ദൈവത്തിന് കാര്യമുണ്ട്. പതിനാലാമത്തെ വാക്യം, 2 കൊരിന്ത്യർ 2:14 വാക്യം, അതിക്രമങ്ങളൊക്കെയും നമ്മൾ ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലമായിരിക്കുന്ന കൈയെടുത്ത് പ്രതി. നോക്കണം, നമുക്കറിയത്തില്ല, നമുക്ക് വിരുദ്ധമായിട്ട് എഴുതി വെച്ചിരിക്കുന്ന വിരുദ്ധമായ വിഷയം നമുക്കൊന്നും അറിയത്തില്ല. ഞാൻ ജീവിതത്തിൽ 2 പ്രാവശ്യം കോടതിയിൽ പോയി. എനിക്ക് വേണ്ടിയല്ല, പക്ഷെ ആദ്യം പോയ കോടതി എന്ന് പറഞ്ഞാൽ അബുദാബി കോടതിയാണ്. ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ആ വീട്ടുകാരെ മൊത്തം കുടുങ്ങിക്കിടക്കുകയാണ്, ജയിലിലായിപ്പോയി. എന്നെ പിക്ക് ചെയ്യേണ്ടി വരേണ്ട മനുഷ്യൻ ജയിലിനകത്ത് തന്ന് ആഴ്ചയിൽ ആദ്യമായിട്ട് ദുബായ് എയർപോർട്ട് ഇറങ്ങാൻ പോയി. സ്വതന്ത്രം ഞാൻ പോയി, ആരുമില്ല. പക്ഷെ മലയാളികളോട് ഞാൻ ചോദിച്ചു പറഞ്ഞു. പക്ഷെ എന്നെ ആദ്യമായിട്ട് കാണുകയാണ്. ഞാൻ എന്നോട് വിളിച്ചു, പാസ്റ്റേ ഞാൻ ജയിലിനകത്തായിപ്പോയി, മോൻ വന്ന് പിക്ക് ചെയ്യും എന്ന് ഫോൺ ചെയ്തു. മോനാണെന്നോ ഈ പിടിച്ച പാർട്ടിയാണെന്നോ ഒന്നും അറിയത്തില്ല. സ്വതന്ത്രം. പക്ഷെ വീട്ടിൽ പോയി ആ വീട്ടിൽ ഒരു മരണ വീട് പോലെ നിൽക്കുന്നു. പിന്നെ വാറണ്ടായി പിടിച്ചു, കോടതി കൊണ്ടുവന്നു. അപ്പോൾ അവിടുത്തെ ആൻറ്റിയും പിള്ളേരും ഒക്കെ കോടതി അപ്പനെ കാണാൻ പോവുകയാണ്. അപ്പോൾ എന്നെയും കൂടി കൊണ്ടുപോയി. പാസ്റ്റർ മരണമാണ്, പെട്ടുപോയി, പോയതേ പറ്റൂ. ഞാൻ പോയി. ഞാൻ ആഴ്ച ആദ്യമായിട്ട് നോക്കി, നോക്കി തെച്ച് നോക്കി. അപ്പോഴാണ് ആദ്യമായിട്ട് കോടതി കാണുന്നത്. ഞാനിന്ന് ജാഗരിക്കാണ്, കർത്താവേ പ്രശ്നം വരരുത്, നീ എന്നെ രക്ഷിക്കണം, അവരെ രക്ഷിക്കണം. കൃപയാൽ ഈ വാക്യം പോലെ തന്നെ ഇത് ഈ അങ്ങയുടെ വിരുദ്ധമായി തന്നെ വന്നു. വിധി പ്രതികൂലമായിരിക്കുകയാണ്. പക്ഷെ യാഗം നഷ്ടപ്പെട്ടു പോയില്ല.
അവിടുത്തെ ഒരു ബംഗാളിയാണ് ചായ ഒഴിച്ചു കൊടുക്കുന്നത്. ബംഗാളി വന്ന് പറയാണ്, നിങ്ങൾ ഇന്ത്യക്കാരനാണല്ലേ? ആണ്. ജഡ്ജ്മെന്റ് നിങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ്. നിങ്ങൾ കോടതിക്കകത്തുനിന്ന് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാനാണ് എഴുതി ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം ചെയ്യും, പെട്ടെന്ന് ഇവിടെ എന്ത് ചെയ്യാം, പൊക്കോളമാണ്. അബുദാബിയിൽ നിന്ന് വീണ്ടും ഷാർജ എത്തണം. അത്രയും കിലോമീറ്റർ ഹൈവേ യാത്ര ചെയ്യണം. എവിടെയിട്ട് പിടിച്ചു എന്ന് പ്രശ്നമാണ്. ഇന്നും ഞാൻ ഓർക്കുന്നു, ഞെട്ടനോട് കൂടെ പോയ പോക്കെ. സ്വോത്രം അന്യഭാഷ ലോറി രക്തത്താലെയും ബ്ലഡ് എല്ലാം പറഞ്ഞ് ഒരു സ്വോത്രം എത്തുന്നവരെയും ഒരു പ്രശ്നം ഉണ്ടായില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് വിരുദ്ധം പ്രതികൂലമെന്ന് കൈയെടുത്ത് പ്രതികളെ കൊണ്ട്. പക്ഷെ നാം അറിയുന്നില്ല. പക്ഷെ നാമക്ക് വിരുദ്ധമായിട്ട് എഴുത്തുകളൊക്കെ എഴുതിയപ്പോഴും പ്രതികൂലമായ ശബ്ദം വെളിപ്പെട്ടപ്പോഴും നാം അറിയാതെ ആ എഴുത്തിന് മൊത്തം പകുതി വെടിവെച്ച് വലിച്ചു കൂടാനിട്ട് നമ്മെ സ്വന്തമാക്കി ഇന്ന് ദൈവത്തെ നമ്മുടെ ഭാവിയിലേക്ക് കൊണ്ടുവന്ന മനുഷ്യനായ തമ്പുരാന്റെ സ്നേഹത്തിന് ഒരു പ്രാവശ്യം നന്ദി പറയാമോ? നമ്മുടെ വിളിച്ചു വന്നാകുന്നു. അവൻ അധികം ചട്ടം എഴുതിയതല്ല. വിരുദ്ധമാകുന്ന സമയത്ത് അവൻ നമ്മെ അറിയാവുന്ന പ്രകൃതാരമല്ല. നമ്മുടെ ശിക്ഷ നാം അടിക്കേണ്ട അടി, നാം അർപ്പിക്കേണ്ട തൂപ്പലുകൾ, നാം ഒറ്റ സ്ഥാനത്ത് വന്ന് മനുഷ്യ നമുക്ക് വേണ്ടി ഏറ്റെടുത്തു. അതിന് ഇന്ന് നന്ദിയോടെ വേണം ഈ വിശുദ്ധ മേശയെ കൈനീട്ടാൻ. അല്ലാതെ KFC കഴിക്കുന്ന പോലെയും മക്ഡോണൾഡ് കഴിക്കുന്ന പോലെയും സ്വന്തം കഴിക്കുന്ന സാധനമല്ല ഇത്. മനസ്സിലാകുന്നുണ്ടോ? ഹലോ, ഇത് ലാവിഷർ കഴിക്കുന്ന സാധനമല്ല. ഇതെങ്ങനെ കഴിക്കണം? അതിക്രമങ്ങളാലും ചട്ടങ്ങളാലും പാപങ്ങളാലും എനിക്ക് വിരുദ്ധമായി എഴുതി വെച്ച വിധികളെ വലിച്ചു കീറിയിട്ട് ഞാൻ അടികൊള്ളുന്ന സ്ഥാനത്ത്, ഞാൻ തകരുടെ സ്ഥാനത്ത്, അവ എന്നെ അവിടെ അകച്ചിട്ട് കൂട്ടുന്ന സ്ഥാനത്ത് ഞാൻ പൊക്കോളാം, നീ പോ എന്ന് പറഞ്ഞ് എന്നെ സ്വതന്ത്രമാക്കിയ ശേഷം സ്വയമായിട്ട് കഷ്ടമേറ്റെടുത്തവനായ ഒരു യേശുവിന്റെ സൈന്യവും ആ യേശു രക്തത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ഈ അപ്പവും വീഞ്ഞും ഈ മേശപ്പുറത്തെ വെച്ചിരിക്കുന്ന വാക്ക്. അത് ഓർത്ത് വേണം ഭക്ഷിക്കുവാനും പാലം ചെയ്യുവാനും. മനസ്സിലാകുന്നവർക്ക് സ്തോത്രം. സ്തോത്രം. യേശുവിന്റെ കയ്യിലെ മുറിവ് ഉണങ്ങിയിട്ടുണ്ടോ? ഉണങ്ങി. പാട് മാറിയിട്ടുണ്ടോ സിസ്റ്റർ? എന്തോ കാലില് വിലാപ്പുറത്തെയോ പാട് മാറിയിട്ടില്ല. അങ്ങ് പോകുമ്പോൾ നമ്മെ കാണിച്ചു ലഭിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങ് പോകുമ്പോൾ നമ്മെ കാണിച്ചു ലഭിച്ചിട്ടുണ്ട്. അതെ പോലെ ഇതിന് കണ്ടോ, നീ ബൈബിളിൽ വായിച്ചു, നിരാസമാർ പ്രസംഗിച്ചു, ശരിയാണ്. പക്ഷെ നോക്ക്, എന്റെ കയ്യിലെ പാട് കണ്ടോ? എന്റെ കാലിന്റെ പാട് കണ്ടോ? എന്റെ വിലാപ്പുറത്തെ പാട് കണ്ടോ? അവസാനത്തെ ചോരയും നീരും നിനക്ക് വേണ്ടിയാണ് ഞാൻ ഊറ്റി തന്നത്. അതുകൊണ്ടാണ് കുഞ്ഞെ നീ ഇവിടെ വന്നത്. നീ എന്റെ രാജ്യത്ത് വന്നത് അതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഇതിലേക്ക് വരാൻ പറ്റില്ല. ഇത് രാവിലെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവത്തോടൊന്നുണ്ടാകണം ആഴമേറിയ. ഇത് ഓർത്താൽ മതി പാപം ചെയ്യത്തില്ല. ഇത് ഓർത്താൽ മതി പ്രാർത്ഥിക്കും. ഇത് ഓർത്താൽ മതി കരയും. ഇത് ഓർത്താൽ മതി നാം ദൈവത്തിന്റെ അടുക്ക് വരാൻ. അടുത്ത വാക്യം. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ച 8 പോയിന്റുണ്ട്. ഓർമ്മയുണ്ടോ വാക്യം? ഓർമ്മയുണ്ടോ? വായിച്ചു. എത്രാമത്തെ വാക്യം? വായിച്ചോ? വായിച്ചോ? 13 മുതൽ വായിച്ചോ. സോറി, 15 വാക്യം വായിച്ചു. അല്ല, 14 മുതൽ. അവനിൽ നമുക്ക് വായിച്ചോ. അല്ല, 16 വാക്യം വായിച്ചു വായിച്ചു വായിച്ചു. സ്വർഗത്തിൽ അധികാരമുള്ളവനും ഭൂമിയിൽ അധികാരമുള്ളവനും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങൾ, കർത്തൃത്വങ്ങൾ, വാഴ്ചകൾ, അധികാരങ്ങൾ, ഈ 8 വിഷയവും ദൈവത്തിന്റെ സൃഷ്ടിപ്പിന് വിരുദ്ധമായി നിൽക്കുന്നതായ അത് ശക്തികളാണ്. ദൈവത്തിന്റെ സൃഷ്ടിപ്പിനെ നശിപ്പിക്കണം. ദൈവത്തിന്റെ സാദൃശ്യം സ്വരൂപത്തിലേക്ക് നമ്മെ ഉറയ്ക്കണം. ഇതാണ് 8 ദൂരം. പക്ഷെ ദൈവങ്ങളുടെ വാക്കാണ് 2-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം. അങ്ങനെയുള്ള വാഴ്ചകളെയും അധികാരങ്ങളെയും അദൃശ്യമായ കെട്ടുകളെയും ദൃശ്യമായ കെട്ടുകളെയും സിംഹാസന കെട്ടുകളെയും എന്ന് പറയുന്ന വാക്ക്
വാഴ്ചയുടെ അധികാരമായ ഈ ദുഷ്ടശക്തികളെ മുഴുവൻ കാൽവരി ക്രൂശിൽ വെച്ച് അവൻ നമുക്ക് വേണ്ടി ജയോത്സവം കൊണ്ടാടി അവൻ ആയുധത്തെ മൊത്തം ഉയർത്തി അവൻ ദൂരെ കാഴ്ചയുടെ മൊത്തം കാൽവരി ക്രൂശിലെ അവൻ ക്രൂശനത്തോടുകൂടിയാണ്. സ്വതന്ത്രം ചെയ്തേ. അപ്പൊ രണ്ടാശയത്തോളം പാപത്തിന്റെ അടിമതെന്ന് വലിച്ചെടുത്തതും ക്രൂശിമണ്ണം, കർത്താവിന്റെ സെറ്റിപ്പിൽ നിന്നും ഒളിച്ചിടാൻ നോക്കിയതായ വാഴ്ചകളെയും അധികാരത്തിന്റെ ആയുധങ്ങളെയും പൊട്ടിച്ചതും ക്രൂശുമണ്ണമാണ്. അപ്പൊ ഇന്ന് നമുക്ക് പൂർണ്ണമുണ്ടോ? ഏറ്റിട്ടില്ല. എന്താ പൂർണ്ണേക്കാത്ത കാര്യം? അവിടെ പൂർണ്ണ ഏറ്റു കഴിഞ്ഞു. ക്രിസ്തു ശരീരത്തിൽ പൂർണ്ണ വന്നു. നമ്മൾ ആരാക്കി മാറ്റി? സഹോദരങ്ങളാക്കി മാറ്റി. സ്വതന്ത്രം. നിങ്ങൾ ഒന്നുകൂടി ആ വാക്ക് വായിക്കാമോ? ഉത്തമ അച്ഛന്റെ 10ാമത്തെ വാക്യം ഒന്ന് വായിച്ചിടാമോ? പെട്ടെന്ന് വായിച്ചു. ഉറക്കെ വായിക്കണേ. വായിക്കുമോ? എന്റെ പ്രിയൻ വെണ്മയും ചുമപ്പുമുള്ളവൻ, 10,000 പേരിൽ അതിശ്രേഷ്ഠൻ തന്നെ. അവന്റെ ശിരസ് അതിവിശേഷമായ തങ്കം, അവന്റെ കുറുനിരകൾ ചുരുണ്ടും കാക്കയെ പോലെ കറുത്തുമിരിക്കുന്നു. അവന്റെ കണ്ണ് നീർത്തോടുകളുടെ അരികത്തുള്ള പ്രാവുകൾക്ക് തുല്യം. അത് പാല് കൊണ്ട് കഴുകിയതും ചേർച്ചയായി പതിച്ചതുമാകുന്നു. അവന്റെ കവിൾ സുഗന്ധ സസ്യങ്ങളുടെ തടവും നറുന്തൈകളുടെ വാരവും. അവന്റെ അധരം താമരപ്പൂ പോലെ ഇരിക്കുന്നു. അത് മൂറിൻ തൈലം പൊഴിച്ചുകൊണ്ടിരിക്കുന്നു. അവന്റെ കൈകൾ ഗോമേതകം പതിച്ചിരിക്കുന്ന സ്വർണ്ണനാളങ്ങൾ. അവന്റെ ഉദരം നീല രത്നം പതിച്ച ദന്തനിർമ്മിതം. അവന്റെ തുട തങ്കച്ചൂടിൽ നിർത്തിയ വെങ്കൽത്തൂൺ. അവന്റെ രൂപം ലെബാനോനെ പോലെ ദേവദാരു പോലെ തന്നെ ഉത്കൃഷ്ടമാകുന്നു. അവന്റെ വായ ഏറ്റവും മധുരമുള്ളത്. അവൻ സർവാംഗ സുന്ദരൻ തന്നെ. യെരൂശലേം പുത്രിമാരെ, ഇവനത്രേ എന്റെ പ്രിയൻ, ഇവനത്രേ എന്റെ സ്നേഹിതൻ. നോക്കണേ, യേശുവിനെ വിവരിച്ച വിവരമാണ് 10ാമത്തെ വാക്യം മുതൽ ഉത്തമഗീതം 5ന്റെ 10 മുതൽ 18ാമത്തെ വാക്യം എന്ന വാക്യം. ഇത്ര സുന്ദരനും സുഗമനും ഇത്ര സൗന്ദര്യം തുറന്നു നിൽക്കുന്ന ഈ മഹായേശു നമുക്ക് വേണ്ടി അടിയേറ്റു, തൊടിയേറ്റു, നമുക്കൊരു കാർക്ക് തുപ്പലേറ്റു. ഇത്രയും പങ്കപ്പാടുകൾ ഏൽക്കേണ്ട ആവശ്യമുണ്ടോ? ഇത്രയും സൗന്ദര്യമായ കർത്താവിന് നമ്മൾ എന്താ കടപ്പാട്ട് വെച്ചത്? ഒറ്റക്കാലം ചെയ്താൽ മതി. പാവമൊഴിയെ നാം ദൈവം അവിശുദ്ധനായിപ്പാതൊക്കെ അവിടെ തുനിഞ്ഞാൽ നമ്മുടെ കർത്താവ് നമ്മോട് ഭയങ്കര തോന്നും. അത്രയും നമ്മൾ ചിന്തിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ ക്രിസ്തുവിനോട് നമ്മുടെ മമത അധികം വർദ്ധിക്കും. ഇന്ന് രാവിലെ സമയം ഈ വിശുദ്ധ നമ്മുടെ ഇരിക്കുമ്പോൾ ഓർത്തോണം, എന്റെ പ്രിയൻ വെണ്മയും ചുവപ്പുമുള്ളവൻ, 10,000-ങ്ങളിൽ അതിസുന്ദരൻ. അവന്റെ കവിളുകളും തുടകളും അവന്റെ ശരീരത്തിന് ഒരു വഴുക്കളും പഠിക്കുമ്പോൾ അത് വിശേഷതയുള്ളതാക്കി വെച്ചിരിക്കുന്ന മേഖലയാണ്. ആ യേശുവിനെ പറയുന്നു, ഇവനത്ര എന്റെ പ്രിയൻ, ഇവനത്ര എന്റെ സ്നേഹിതൻ. അത്രയും സൗന്ദര്യமான ദൈവമാണ് അവൻ. നമുക്ക് വേണ്ടി കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് വിരൂപനായി തീർന്നു എന്ന് യെശയ്യാപ്രവാചന പുസ്തകം 53-ാം അധ്യായം സങ്കീർത്തനം 22 എന്നീ പുസ്തകത്തിനകത്തൊക്കെയും ഉടനീളം സംസ്കൃതം യേശു ക്രിസ്തുവിന്റെ മുറിപ്പാടുകൾ കഷ്ടാനുഭവത്തെ കുറിച്ച് വിവരിച്ചു പറയുമ്പോൾ നമുക്ക് ആ കർത്താവിന് കൊടുക്കേണ്ടത് വെച്ച് പരമാവധി കടപ്പാട് കൊടുത്തു വേണം നമ്മൾ സിദ്ധകാലം ജീവിക്കുവാൻ. അങ്ങനെ നാം ജീവിക്കുന്നുവെങ്കിൽ നമ്മളെ ഒരിക്കൽ കർത്താവ് മാറോട് ചേർത്ത് വെച്ച് അവനാണ് ചേർത്ത ഉയർത്തും. ഇനി ഞാൻ ആ വാക്കിന്റെ അവസാന ഘട്ടം കൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കാം. എന്താ? അധികാരങ്ങളെയും ആയുധം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായി കാഴ്ചയാക്കി. ഈ രണ്ടാശയോർത്തെ, ഒന്ന് ജയോത്സവം, 2 അവരെ പരസ്യമായി. ചേട്ടൻ മൂത്ത് നോക്കി. പിശാചിന്റെ ഡ്യൂട്ടി എന്തായിരുന്നു? ഒന്ന്, നമ്മെ അമ്പമ്മേ എല്ലാ സമയത്തും പരാജയപ്പെടുത്തുക. ഒന്നാമത്തെ അവന്റെ ടാർഗറ്റ്. രണ്ടാമത്തെ അവന്റെ ടാർഗറ്റ് എന്തായിരുന്നു? നമ്മെ ദേശത്ത് എന്താക്കണം? പരസ്യ കോലാഹലമാക്കി മാറ്റി. ഇതെങ്ങനെ മാറി? ക്രൂശിൽ ജയോത്സവം കൊണ്ടാടി നമ്മെ ആർക്കൽ സ്ഥാനത്ത് പിശാചിനെ അങ്ങനെ ഒഴിവാക്കി. മനസ്സിലാവുന്നുണ്ടോ? നാമും നമ്മുടെ കുടുംബവും നമ്മുടെ കുട്ടികളും സഭയും ദേശത്ത് പരസ്യ കോലാഹലമാക്കുവാൻ പിശാച് പ്ലാൻ ചെയ്തപ്പോൾ പണ്ട് എന്റെ കർത്താവ് സാത്താനെ അവന്റെ പദ്ധതിയെ
എന്റെ ശുശ്രൂഷയോ പരസ്യ പോരാട്ടമാക്കി മാറ്റുവാൻ പിശാച് മനുഷ്യൻ ഒരുപോലെ അവൻ ശ്രമിക്കുമ്പോൾ കാൽവരി ക്രൂശിലെ ചെടിക്ക് വേണ്ടി ദൈവസം കൊണ്ടാടിയ യേശു പറയുന്നു, അവൻ സാക്ഷാനെ പരസ്യപരാഗമാക്കി മാറ്റി. ഞാനത് ശുശ്രൂഷിക്കുമ്പോൾ തന്നെ എന്റെ ഹൃദയത്തിൽ ഒത്തിരി ഒത്തിരി പോയിന്റുകൾ ആലോചന വരികയാണ്. ഞാനവിടെ പ്രവേശിക്കുന്നില്ല. വേർപെട്ട ദൈവസഭയെ വിശുദ്ധിക്ക് വേർപെടുത്തിക്കുക ദൈവമക്കളെ പരസ്യകൊലം ആക്ഷേപിക്കുകയോ പരിഹസിക്കുകയോ അപരാധം പറയുകയോ ചെയ്താൽ ഇത് അവരോട് മറുപടി പറയും. ഇത് അവരോട് മറുപടി പറയും. നമുക്ക് വേണമെങ്കിൽ കോടികളുണ്ടാക്കാം, സമ്പത്ത് ഉണ്ടാക്കാൻ ഒത്തിരി കൂട്ടമുണ്ട്. തിരുവിധമില്ലാത്ത 5 പൈസ കൈ വരാതിരിക്കാൻ തക്കണം ഭയപ്പെടുന്നത് നമ്മുടെ കർത്താവിനോടുള്ള നമ്മുടെ പ്രീതിയും ഭയം കൊണ്ട് മാത്രമാണ്. രാവിലെ ആരെങ്കിലും നമ്മെ പരസ്യമായി ആക്ഷേപിക്കുകയോ നമ്മെ പരസ്യമായി വിധിക്കുകയോ നമ്മെ കുറിച്ച് മോശമായി സംസാരിച്ച് പരത്തുകയോ ചെയ്യുന്നുവെങ്കിൽ അവരെ വിധിക്കേണ്ട കടപ്പാട് മൊത്തം നമ്മളതല്ല, ദൈവത്തിൻ്റെയാണ്. അതുകൊണ്ടാണ് എബ്രായർ 4 അവസാന വാക്യം വായിച്ചത്, നമുക്ക് കാര്യം ആരുമായിട്ടാണ്? അവരുമായിട്ടല്ലോ നമുക്ക് കാര്യം. ഇന്ന് രാവിലെ നമുക്ക് വേറെ ആരോടും കാര്യമില്ല. ആ എന്നോട് പറഞ്ഞു ചോദിച്ചു, പാസ്റ്റർ കൂട്ടി ചോദിക്കണം. അവർ ചോദിച്ചിട്ട് നിർത്താം. ഞാൻ പറഞ്ഞു നിർത്ത്, നമ്മുടെ കാര്യം ആരോടാ? നമ്മുടെ വ്യവകാരി മൊത്തം നമ്മുടെ അഡ്വക്കേറ്റ് ആരാ? സ്വർഗത്തിലെ കർത്താവാണ്. തമ്പുരാൻ വിധിച്ചിട്ടുള്ളൂ, തമ്പുരാൻ വിധിച്ചിട്ടുള്ളൂ. നമ്മളെപ്പോഴും ക്രൂശിന്റെ അടിവാരത്തിൽ കൂടി അങ്ങ് അല്ലേ, നമ്മുടെ ബന്ധമെല്ലാം കുരിശിൽ ചുവട്ടാണ്. എവിടെ പോയാൽ മതി? വിഷയം വരെ ഓടിപ്പോയി എവിടെ പോയത്? കുരിശിന്റെ ചുവട്ട് പോയി പറഞ്ഞേ ഇരുന്നാൽ മതി, അങ്ങനെ ഇരുന്നാൽ മതി. കുരിശിൽ നിന്ന് ഒരു നോട്ടം നോക്കി പറയും, നോ പ്രോബ്ലം, ഇതിനും കൂടിയാണ് ഞാൻ കൊണ്ട് പറയും. നമ്മെ അമ്മൂന്റെ കരം കൊണ്ട് എന്ത് ചെയ്യും? തലോടും, സമാധാനത്തോടെ പൊക്കോ, നീ ഒന്നുകൊണ്ട് ഭാരപ്പെടണ്ട, നിന്റെ കാര്യം ഞാൻ നോക്കാം. അതുവരെ അവസാനം വരെയും ഞാൻ നോക്കാം. രാവിലെ ഞാൻ ചെറിയൊരു മെസ്സേജ് സമയം അധികം മുമ്പോട്ട് പോയതുകൊണ്ടും എനിക്ക് അല്പം ചുമയുടെ കപത്തിന് പ്രയാസമുണ്ട്. ഒരു ചെറിയ മിനിറ്റ് ഞാൻ ഒരു വചനം രാവിലെ പോസ്റ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് കേൾക്കാൻ സമയം കിട്ടാൻ സാധ്യതയില്ല. അപ്പൊ അതിനകത്ത് 3 കാര്യം പറഞ്ഞു. 40 വർഷം ഇസ്രായേലിനെ ശൗൽ ഭരിച്ചു. രണ്ടാമത്തെ 40 വർഷം ദാവീദ് ഭരിച്ചു. മൂന്നാമത് 40 വർഷം ശലോമോൻ ഭരിച്ചു. നോക്കൂ, നടുക്ക് നിൽക്കുന്നവരെ 40 ഭരിച്ചു, മേൽദിക്ക് 40 ഭരിച്ചു, താഴെ നിൽക്ക് 40 ഭരിച്ചു. ഈ 40 സമം 120. അപ്പൊ 120 വർഷം അവരെ ഭരിച്ചു. 120 വർഷം ഭരിച്ചെങ്കിൽ 40 വർഷമാണ് ജയം 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 ജയം. മനസ്സിലാകുന്നുണ്ടോ? സ്വന്തം ചെയ്യാൻ മനസ്സിലാകുന്നുണ്ടോ? ആര് കാലത്താണ് ജയം വന്നത്? ദാവീദ് ജയം വന്നത്. ശൗലിന്റെ കാലത്ത് പട്ടയം പിടിച്ചു കൊണ്ടുപോയി. ശൗലിന്റെ കാലത്ത് പരാജയം സംഭവിക്കേണ്ടി വന്നു. ഫെലിസ്ത്യൻ വന്ന് ദേശത്തെ അപഹരിച്ചു കൊണ്ടുപോയി. ആലയത്തിന്റെ പട്ടയം പിടിച്ചുകൊണ്ട് അവര് നാട്ടിൽ കൊണ്ടുപോയി. പക്ഷെ ദാവീദിന്റെ കാലത്ത് വന്നപ്പോൾ അത് തിരികെ കൊണ്ടുവന്നു. അന്നു മുതൽ ജയം ജയമുണ്ടായി. അതുകൊണ്ട് 2 പേര് ഇവിടെ ഇല്ല. വിശ്വാസികന്മാരെ പട്ടികയ്ക്കകത്ത് ഇല്ല, ഒരുവന് പേരേ ഉള്ളൂ. ഇന്ന് രാവിലെ ഓർത്തോണം, 40 വർഷം നിന്നു എന്നുള്ളതല്ല, 40 വർഷം നിന്നോ എന്നൊരു കാര്യമാണ് ചോദ്യം. ആ 40 വർഷം എങ്ങനെ നിൽക്കണം? ക്രിസ്തുവിന്റെ മാർബോട് ചേർന്ന് നിൽക്കണം. അതുകൊണ്ട് ദാവീദിന്റെ എല്ലാ പ്രാർത്ഥനയിലും ആരെയാണ് സംബോധിച്ചത്? ദാവീദ് അറിയത്തില്ല യേശുവാണെന്ന കാര്യം, അറിയാതെ യേശു തന്നെ പ്രവർത്തിച്ചു. അതുകൊണ്ട് നാം ഒന്ന് വായിച്ചു നിർത്താമോ വാക്യം? 1 ദിനവൃത്താന്ത പുസ്തകം 29-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം മുതൽ ഒന്ന് പെട്ടെന്ന് വായിച്ചെടുത്ത്. 6-ആണോ 16-ആണോ അവസാനത്തെ വാക്യം വായിച്ച് 1 ദിനവൃത്താന്ത പുസ്തകം അതിന്റെ സ്തോത്രം 29-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യം ഒന്ന് വായിച്ച സ്തോത്രം പെട്ടെന്ന് വായിച്ചു. ആ 29-ാം അധ്യായത്തിന്റെ 26 മുതൽ അടുത്ത വാക്യം. അവൻ ആയുസ്സും അവന്റെ മകനായ ശലോമോന്റെ മകനും രാജാവായി. നോക്കണം, വളരെ ഞാൻ പറഞ്ഞ ആദ്യത്തെ 40 ആൾക്കാരെന്ന് വെച്ചാൽ ശൗല്യ,
രണ്ടാം 40 ആർക്കായിരുന്നു? ദാവീദിന്. മൂന്നാം 40 ആർക്കായിരുന്നു? ഈ 3 പേര് മാത്രമേ 40 വർഷം ഇരുന്നുള്ളൂ. ബാക്കിയുള്ള 29 1 വർഷം ഇരുന്നവരുണ്ട്. പല കാറ്റഗറിയിൽപ്പെട്ടവരുണ്ട്. പിന്നെ രാജ്യം അവൻ തെക്കേ രാജ്യമായി വടക്കേ രാജ്യമായി രണ്ടായി വിഭജിക്കപ്പെട്ടു. രേഖയുടെ കാലം അത് നമുക്ക് പിന്നെ പഠിച്ചോളാം. പക്ഷെ ഞാൻ പറഞ്ഞ അർത്ഥം, എന്നാൽ സക്സസ് എന്നൊരു വാക്ക് വന്ന ആരെ കാലത്തിലാണ്? ദാവീദ്. ഇന്ന് രാവിലെ ദാവീദിന്റെ പുത്രനായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ഒരു യേശു ക്രിസ്തുവിന്റെ ശരീരമാണ്. അതിന്റെ ഓർമ്മയ്ക്കാണ് ഈ അപ്പം ഉപയോഗിച്ചത്. നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ട് ഇവിടെ ഈ അപ്പം വിളിച്ചു പറയുന്നത് പരാജയമല്ല, വിളിച്ചു പറയുന്നത് ജയമാണ്. ഈ വീതി വിളിച്ചു പറയുന്നത് പരാജയമല്ല, വിളിച്ചു പറയുന്നത് ജയമാണ്. ഇത് ഭക്ഷിക്കുകയും പാനം ചെയ്യുന്ന ദൈവമക്കളോട് ഇന്ന് രാവിലെ പറയാം, നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? ജയത്തിലോട്ടാണ് പോകുന്നത്. ജയോത്സവം. ജയോത്സവം എന്ന് പറഞ്ഞാൽ ഡേ ബൈ ഡേ ജയിച്ചുകൊണ്ടിരിക്കുകയാണ്. രോഗം, ജഡം, സാത്താൻ എന്നീ ശക്തി ജയിച്ച് 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 നാം പോകുന്നതുകൊണ്ട് നാം ഇന്ന് ജയോത്സവം ഉണ്ടാകണം. അതുകൊണ്ട് പുതിയ മാസത്തിൽ നാളെ പ്രവേശിക്കുമ്പോൾ കാലത്ത് വെക്കണം, ജയിക്കാനാണ് പുതിയ മാസം തന്നത്. സ്വന്തം പറഞ്ഞേ, എങ്ങനെ തന്നു? ജയിക്കാനാണ് തന്നു. സ്വന്തം സന്തോഷിക്കാനാണ്, പരാജയം കാണുവാനല്ല. ആ ഒരു തലത്തിൽ നമുക്ക് കർത്താവിനോട് ചേരാം, കണ്ണുകളയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് ദൈവമേ, 2024 വർഷം മുമ്പായി ഞങ്ങൾക്ക് വേണ്ടി പലസ്തീന്റെ പക്ഷമണ്ണിൽ ആമേ ഭൂമിയുടെ മധ്യഭാഗമായിരിക്കുന്ന ആമേ പലസ്തീനിൽ കടന്നു വന്ന് ആമേ ജനിച്ചു ജീവിച്ചു ആമേ അത്ഭുതങ്ങൾ അടയാളങ്ങൾ പ്രവർത്തിച്ചു, പിടിക്കപ്പെട്ടു, അടയ്ക്കപ്പെട്ടു, ആമേ തകർക്കപ്പെട്ടു, അടക്കപ്പെട്ടു, ഇതെല്ലാം ചെയ്തു. ആമേ ഇതെല്ലാം ചെയ്ത